നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുന്നു. നോക്കാം തലക്കെട്ട്. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ ഇഡിക്ക് അന്വേഷണം തുടരാം. CMRLന്റെ അപ്പീൽ കോടതി തള്ളി. പിണറായി വിജയന്റെ മകൾക്കെതിരായ നടപടികളുമായി മുന്നോട്ടു പോകാം. സ്വത്ത് കണ്ടുകെട്ടലടക്കമുള്ള നടപടികൾക്ക് തടസ്സമില്ല. ക്രിമിനൽ നടപടികൾ തൽക്കാലം പാടില്ല. തുടർ നീക്കം ആലോചിക്കാൻ ED ഡയറക്ടർ രാഹുൽ നബീൻ കൊച്ചിയിൽ. കാലവർഷം കനത്തു. സംസ്ഥാനത്ത് പലയിടത്തും പെരുമഴ. എറണാകുളം ജില്ലയിൽ വെള്ളക്കെട്ട് രൂക്ഷം. കോഴിക്കോട് മിഠായി തെരുവിൽ കടകളുടെ മേൽക്കൂര കാറ്റിൽ പറന്നു. ഇന്ന് 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. നാളെ 11 ജില്ലകളിലും തീവ്ര മഴ മുന്നറിയിപ്പ്. കാറ്റും കനക്കും. കടലിൽ മീൻ പിടിക്കാൻ പോകരുത്. ആലപ്പുഴയിൽ ആയിരക്കണക്കിന് ആളുകൾ അവധിക്കാല ഉല്ലാസത്തിനായി എത്തിയ വെള്ളച്ചാട്ടത്തിൽ ഉപയോഗിച്ചത് മലിനജലം. വണ്ടർ ഫാൾസിൽ കൃത്രിമ വെള്ളച്ചാട്ടം സൃഷ്ടിച്ച വെള്ളം മനുഷ്യ വിസർജ്യം കലർന്നതെന്ന് കണ്ടെത്തൽ. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ജലത്തിന്റെ സാമ്പിളുകളിൽ വൻതോതിൽ കോളിഫോം ബാക്ടീരിയ സാന്നിധ്യം. ഉല്ലാസത്തിനെത്തിയ ചിലർ ചികിത്സ തേടിയെന്നും സൂചന. പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ച് BJP വിട്ടിറങ്ങിയ കെ അണ്ണാമലൈ. തമിഴ് സ്വത്വം അടിയറ വയ്ക്കില്ല. തമിഴ്നാടിനെ മുന്നോട്ട് നയിക്കുകയാണ് തന്റെ ലക്ഷ്യം. മാറ്റം കൊണ്ടുവരാൻ ഇനി ഒറ്റയാൾ പോരാട്ടമെന്നും അണ്ണാമലൈ. കോൺഗ്രസ് ബന്ധം പൂർണ്ണമായി ഉപേക്ഷിക്കാൻ DMK. വഞ്ചന സഹിക്കില്ലെന്ന് ഉദയനിധി സ്റ്റാലിൻ. കർണാടകയിലെ DK ശിവകുമാർ മന്ത്രിസഭയിൽ കലാപം. ജലവിഭവ മന്ത്രി രാമലിംഗ റെഡ്ഡി രാജിവെച്ചു. തീരുമാനം ബംഗളൂരു നഗരവികസന വകുപ്പ് കിട്ടാത്തതിൽ പ്രതിഷേധിച്ച് ഭിന്നസ്വരമുയർത്തി KH മുനിയപ്പയും. സീനിയോറിറ്റിക്ക് അനുസരിച്ചുള്ള വകുപ്പ് കിട്ടിയില്ലെന്ന് പരിഭവം. സർക്കാർ അഭിഭാഷക നിയമനം വിവാദത്തിൽ. ബന്ധു നിയമനമെന്ന ആക്ഷേപം. ഗവൺമെന്റ് പ്ലീഡർമാരായവരിൽ ജോസഫ് വാഴയ്ക്കന്റെ മകൾ ലയയും ഒന്നാം പിണറായി കാലത്തെ പ്ലീഡർ പൂജയും പട്ടികയിൽ. അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി നിയമനത്തിൽ സണ്ണി ജോസഫിനെ പിന്തുണച്ച് K മുരളീധരൻ. CPM നേതൃത്വത്തെ വൈകാരികമായി കടന്നാക്രമിച്ച് കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനി. കോടിയേരിയുടെ കാലശേഷം പാർട്ടി തങ്ങളെ അവഗണിച്ചു. PBയിലെ മുതിർന്ന അംഗം വിളിച്ചാൽ ഫോൺ പോലും എടുക്കാറില്ല. പരാമർശങ്ങൾ പച്ചക്കുതിര മാസികയിലെ അഭിമുഖത്തിൽ. പാലക്കാട് പുതുനഗരം ഇസ്ലാമിക് ജിം വിവാദത്തിൽ വിശദീകരണവുമായി ഉടമ നവാസ്. എല്ലാ മതക്കാർക്കും പ്രവേശനമുണ്ട്. സ്ത്രീകൾക്ക് പ്രത്യേക സമയം. മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും തന്റെ വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടതാണെന്നും നവാസ് ന്യൂസ് 18നോട്. പോലീസ് സ്റ്റേഷനുകളുടെ ചുമതലയിലേക്ക് വീണ്ടും SIമാരെത്തുന്നു. DGP ശുപാർശ സർക്കാരിന് കൈമാറും. 70 സ്റ്റേഷനുകളിൽ മാത്രം CIമാർ തുടരും. രമേശ് ചെന്നിത്തല തിരുത്തുന്നത് പിണറായി വിജയൻ സർക്കാരിന്റെ പരിഷ്കാരം. ദേശീയപാതയിൽ മലപ്പുറം കോഹിനൂരിൽ നിർത്തിയിട്ട ലോറിയിൽ ഇനോവയിടിച്ച് 3 മരണം. അപകടം ഇന്നലെ അർദ്ധരാത്രി 12 മണിക്ക്. മരിച്ചത് തൃശൂർ പന്നിത്തടം സ്വദേശികളായ ഷഹീദ്, ഭാര്യ ഷഹീന, ബന്ധു ജഹാന എന്നിവർ. EMI കൂടില്ല. ഭവന വാഹന പേഴ്സണൽ വായ്പകളുടെ പലിശയിൽ മാറ്റമില്ല. റിപ്പോ നിരക്ക് 5.25% തുടരും. തീരുമാനം റിസർവ് ബാങ്ക് പണനയ അവലോകനത്തിൽ. സഞ്ജു സാംസണെ പരിഗണിച്ചെങ്കിലും T20 ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് നറുക്കു വീണത് ശ്രേയസ് അയ്യർക്ക്. സൂര്യകുമാർ യാദവിന് തിരിച്ചടിയായത് സമീപകാലത്തെ മോശം ഫോം. ഗംഭീറിന്റെ താൽപര്യത്തെക്കാൾ BCCI പരിഗണിച്ചത് അജിത് അഗാർക്കറിന്റെ നിലപാട്. സൂര്യകുമാർ യാദവ് ടീമിലും ഉണ്ടായേക്കില്ല. വൈഭവ് സൂര്യവംശിയെ ഉൾപ്പെടുത്തിയേക്കും. പ്രഖ്യാപനം ശനിയാഴ്ച.
വിശദമായി മാസപ്പടി കേസിൽ CMRLന് തിരിച്ചടി. ED അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. സിവിൽ നടപടികളുമായി ഇഡിക്ക് മുന്നോട്ടു പോകാം. സ്വത്ത് കണ്ടുകെട്ടലും അതിനായുള്ള അന്വേഷണവുമാകാം. എന്നാൽ ക്രിമിനൽ നടപടിക്രമങ്ങൾക്ക് വിലക്കുണ്ടെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. തുടർ നടപടികൾ സ്വീകരിക്കാൻ ED ഡയറക്ടർ രാഹുൽ നബീന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ യോഗം തുടരുകയാണ്. ഒടുവിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്നും CMRLന് തിരിച്ചടി ലഭിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി EDയുടെ തുടർ നീക്കങ്ങളാണ് ഏറെ നിർണായകമാകുന്നത്. അതിൽ ED ഡയറക്ടർ രാഹുൽ നവീൻ കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. ED ഉദ്യോഗസ്ഥരുമായിട്ടുള്ള യോഗം പുരോഗമിക്കുകയാണ്. ആ യോഗത്തിന് ശേഷമായിരിക്കും വീണ വിജയനെയും അതോടൊപ്പം തന്നെ CMRL ഉദ്യോഗസ്ഥരെയും അതിൽ ശശിധരൻ കർത്ത അടക്കമുള്ളവരെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതിൽ എന്ന് സമൻസ് അയക്കുമെന്നതിലൊക്കെ ഒരു തീരുമാനമുണ്ടാകുകയുള്ളൂ. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ പ്രതീക്ഷ അർപ്പിച്ചായിരുന്നു CMRLും വീണ വിജയനും ഉണ്ടായിരുന്നത്. പക്ഷേ വിചാരണ വേളയിൽ പോലും CMRLന് തിരിച്ചടി ഉണ്ടാകുന്ന തരത്തിലുള്ള പരാമർശം തന്നെയായിരുന്നു കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഒരു പൊതുമേഖലാ സ്ഥാപനമല്ലേ, ഇതിലൊരു സംശയ നിഴലിലേക്ക് നിൽക്കുമ്പോൾ ഈ ഒരു അന്വേഷണത്തോട് സഹകരിച്ച് ഒരു ക്ലീൻ ചീട്ട് വാങ്ങുന്നതാണെങ്കിൽ അത് കമ്പനിക്കും ഗുണകരമാകില്ലേ എന്നൊരു വിലയിരുത്തലായിരുന്നു, നിരീക്ഷണമായിരുന്നു ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടായത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇന്ന് വിധി കൂടി വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വിധി സുപ്രീം കോടതിയെ സമീപിക്കുന്നതുവരെ അല്ലെങ്കിൽ സുപ്രീം കോടതിയിലെ ഈ കേസ് പരിഗണിക്കുന്നതുവരെ തൽക്കാലത്തേക്ക് ഈ ഉത്തരവ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു CMRLന്റെ അഭിഭാഷകർ. പക്ഷെ അതുപോലും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളുന്ന സാഹചര്യമാണ്. എന്തായാലും ഇനി സുപ്രീം കോടതിയിലേക്ക് CMRL പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ അതുവരെയും കാത്തിരിക്കാനായിരിക്കില്ല ED ഉദ്യോഗസ്ഥരുടെ തീരുമാനം. അതിനു മുൻപ് തന്നെ വീണ വിജയനെയും ശശിധരൻ കർത്തയും മകൻ ശരഡസ് കർത്തയെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും. അതിനി എന്നാണ് സമൻസ് അയക്കുക എന്ന തീയതി മാത്രം അറിഞ്ഞാൽ മതിയാകും. എന്തായാലും ഇന്ന് രാവിലെ ഈ വിധി വന്നതിന് ശേഷമാണ് ED MD കൊച്ചിയിലെ ഓഫീസിലേക്ക് എത്തിയത്. 5 വർഷത്തിന് ശേഷമാണ് അദ്ദേഹം കൊച്ചിയിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഏറെ പ്രധാനപ്പെട്ട ഒരു കേസായി തന്നെയാണ് ED ഉദ്യോഗസ്ഥർ ഈ മാസപ്പടി കേസിനെ കണക്കാക്കുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ ആക്രമണം, ED ഉദ്യോഗസ്ഥർക്കെതിരായിട്ടുള്ള ആക്രമണം എല്ലാം മുന്നിൽ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ വീണ വിജയനെതിരെ ശേഖരിച്ച തെളിവുകൾ മുൻനിർത്തിയുള്ള ഒരു ചോദ്യം ചെയ്യലായിരിക്കും വരും ദിവസങ്ങളിൽ ഉണ്ടാകുക. ഈ വിഷയത്തിൽ ഇപ്പോൾ ഷോൺ ജോർജ് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വീട് ഇതിനകത്തൊരു ഒരു ഇടനിലക്കാരി മാത്രമാണ്. അത് അടുത്ത ഘട്ടത്തിലേക്ക് SFI അന്വേഷണം കമ്പനി കാര്യമാണ്. അതിൽ വീണ മാത്രമേ ഉള്ളൂ. PML ആക്ട് പ്രകാരം ആ മണി ലോണ്ടറിംഗിലേക്ക് അന്വേഷണം കടക്കുമ്പോഴാണ് സ്വാഭാവികമായിട്ടും പിണറായി വിജയൻ ഇൻവോൾവ്മെന്റ് ഉണ്ടാകുന്നത്. മാത്രമല്ല അഴിമതി ഇതിനകത്ത് പറയുന്നത് ഈ പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അഴിമതിക്ക് വേണ്ടിയാണ്. ഒരു ഫേവറിസം അവിടെ നടന്നിട്ടുണ്ട്. ആ ഫേവറിസത്തിന് വേണ്ടിയാണല്ലോ സ്വാഭാവികമായിട്ടും ഈ പണം നൽകിയിട്ടുള്ളത്. ആ ഫേവറിസം എന്താണ്? അതിൽ എത്ര രൂപ സർക്കാരിന് നഷ്ടം വന്നിട്ടുണ്ട്, ഈ രാജ്യത്തിന് എത്ര രൂപ നഷ്ടം വന്നിട്ടുണ്ട്, അതിൽ എത്ര പേര് വീതം പറ്റി, അത് ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരുണ്ട്, ഏതൊക്കെ സമുദായ നേതാക്കളുണ്ട്, ഏതൊക്കെ പത്രങ്ങളുണ്ട്, ഇതെല്ലാം ഉണ്ട്. പിന്നെ ഒരു കമ്പനിയിൽ നിന്ന് 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ പിരിവ് മേടിച്ച് ഇടയ്ക്ക് വിട്ടോ, കുഴപ്പമില്ല. ഇപ്പൊ പലരും പറഞ്ഞു ഞങ്ങൾ മേടിച്ചിട്ടുള്ള പാർട്ടിക്ക് വേണ്ടി മേടിച്ചാൽ തെറ്റില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ചെയ്യില്ല, ഏത് കമ്പനിയിൽ നിന്നും പൈസ മേടിക്കും. പക്ഷെ വ്യക്തികൾ മാസപ്പടി കേസിൽ ED അന്വേഷണം തുടരാനുള്ള ഹൈക്കോടതി വിധിയിൽ പ്രതികരണവുമായി മാത്യു കുഴൽനാടൻ. മാസപ്പടി കേസിൽ നടന്നത് വൻ അഴിമതിയെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു. വിജിലൻസ് അന്വേഷണമോ CBI അന്വേഷണമോ വന്നാൽ പിണറായി വിജയൻ പ്രതിയാകും. നേരത്തെ വിജിലൻസിന് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനായില്ലെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട അഴിമതി അന്വേഷിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ കേരളത്തിൽ 10 വർഷം അധികാരത്തിലിരുന്ന പിണറായി വിജയനിലേക്ക് മാസപ്പടി അന്വേഷണം എത്താൻ പോകുന്നത്. എത്തുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് CMRLനെതിരെ, വീണയ്ക്കെതിരെ, എക്സാലോജിക്കിനെതിരെ, മറ്റ് സാഹചര്യങ്ങൾക്കെതിരെയൊക്കെയാണ്. പക്ഷേ പിണറായി വിജയനിലേക്ക് ഈ അന്വേഷണം എത്തുന്നത് എപ്പോൾ അഴിമതിക്കെതിരെ അന്വേഷിക്കാൻ തീരുമാനിക്കുന്നോ അപ്പോൾ പിണറായി വിജയൻ പ്രതിപ്പട്ടികയിൽ വരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. മാസപ്പടി കേസ് വന്നത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ ലക്ഷ്യം വെച്ചാണെന്ന് CPIM നേതാവ് AK ബാലൻ. വീണ ടിയെ ചോദ്യം ചെയ്യുന്നതിൽ കുഴപ്പം എന്താണെന്നും ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കട്ടെയെന്നും AK ബാലൻ പറഞ്ഞു. പിണറായി വിജയനോ വീണയോ പ്രതിയായി ഏതെങ്കിലും കേസ് EDക്ക് മുന്നിലുണ്ടോ എന്ന് AK ബാലൻ ചോദിച്ചു. ED കേസ് വന്നതിൽ പിണറായി വിജയൻ മാത്രമല്ല ലക്ഷ്യം. പിണറായി വിജയൻ ഇതിലൊന്നും പിടിക്കാൻ പറ്റില്ല. മറ്റവരുടെ അഡ്മിഷൻ വന്നു, ഞങ്ങൾ വാങ്ങി എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായും EDയുടെ വായിലേക്ക് ഇവർ പോയി വീണ് കഴിഞ്ഞു. ഇനി അവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല.
അപ്പം അതുകൊണ്ട് ഞങ്ങൾക്കെതിരായി യാതൊന്നും വരാൻ പോകുന്നില്ല. ഇനി വന്നു കഴിഞ്ഞാൽ ഉപ്പ് തിന്നവൻ വെള്ളം കുടിച്ചോട്ടെ, പാർട്ടിക്ക് ഒരു പ്രശ്നവും അതിലില്ല. സ്വതന്ത്രമായ അന്വേഷണം ED നടത്തട്ടെ. രാഷ്ട്രീയ പ്രേരിതമായി നടത്തുന്ന സമയത്ത്, രാഷ്ട്രീയപരമായി ഇടപെടുന്ന അവസരത്തിൽ ഞങ്ങൾ ഇടപെടും. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ കേന്ദ്ര നേതൃത്വങ്ങളുടെ ഇടപെടലിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ് CPI. CPM-ന്റെയും CPI-യുടെയും ദേശീയ നേതൃത്വങ്ങളുമായി ബിനോയ് വിശ്വം സംസാരിക്കും. എല്ലാ കാര്യങ്ങൾക്കും പരിഹാരമുണ്ടാകുമെന്ന് ബിനോയ് വിശ്വം പ്രതികരിച്ചു. എന്നാൽ ഉപനേതാവ് പദവി വിട്ടുകൊടുക്കേണ്ടെന്ന കടുത്ത നിലപാടിലേക്കാണ് CPI നീങ്ങുന്നത്. പ്രതിപക്ഷ ഉപനേതാവ് പദവിയെ ചൊല്ലിയുള്ള തർക്കം ഇടതുമുന്നണിയിൽ അക്ഷരാർത്ഥത്തിൽ ഊരാക്കുടുക്കും അഴിയാക്കുരുക്കുമായി മാറുകയാണ്. ഓരോ ദിവസവും പ്രതിസന്ധി രൂക്ഷമാവുകയാണ്, മൂർച്ഛിക്കുകയാണ്. ഇന്നലെ CPI-യുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് വിഷയം വിശദമായി ചർച്ച ചെയ്തു. അതിൽ ഉയർന്ന അഭിപ്രായം ഒരു കാരണവശാലും ഈ ആവശ്യത്തിൽ നിന്ന് പിന്നോട്ട് പോകേണ്ട എന്നുള്ളതാണ്. കാരണം CPI-യുടെ ആവശ്യം, CPI-യുടെ നിലപാട് പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം വേണമെന്നുള്ളതാണെന്ന് പൊതുവിൽ ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. അത് CPM പരസ്യമായി തള്ളിക്കളയുകയും ചെയ്തു. അങ്ങനെ പാർട്ടിയുടെ ആത്മാഭിമാനം പണയം വെച്ച് ഇനി ആ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകേണ്ട, ഏത് തലത്തിലേക്ക് പോയാലും ആ ഒരു ആവശ്യത്തിൽ ഉറച്ചു നിൽക്കണമെന്നാണ് CPI-യുടെ സെക്രട്ടേറിയറ്റ് ഉയർന്ന അഭിപ്രായം. ബിനോയ് വിശ്വത്തിനെതിരെ ചില എതിർ ശബ്ദങ്ങളും ഉണ്ടായി. എന്തിന് മുന്നണിയിൽ തീരുമാനമാകും മുമ്പ്, CPM തീരുമാനം അറിയിക്കും മുമ്പ് അത് പരസ്യമായി മാധ്യമങ്ങളോട് പറഞ്ഞു എന്നായിരുന്നു ബിനോയ്ക്കെതിരെയുള്ള ചോദ്യം. അതിന് അദ്ദേഹം നൽകിയ മറുപടി, പാർട്ടി തീരുമാനിച്ച കാര്യം മാധ്യമങ്ങളോട് പറഞ്ഞതിൽ തെറ്റ് തോന്നുന്നില്ല എന്നുള്ളതാണ്. ഏതായാലും ഇനി ആ കാര്യത്തിൽ ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകാൻ CPI കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. അവസാന പ്രതീക്ഷ CPI നേതൃത്വത്തിൻ്റേത് CPI-യുടെയും CPM-ൻ്റെയും കേന്ദ്ര നേതൃത്വങ്ങളിലാണ്. ബിനോയ് വിശ്വം CPI ദേശീയ നേതൃത്വവുമായും CPM ജനറൽ സെക്രട്ടറി MA ബേബിയുമായും സംസാരിക്കും. അതിനുശേഷം അവിടെ നിന്നൊരു അനുകൂല നിലപാടുണ്ടാകുന്ന പ്രതീക്ഷയാണ് CPI നേതാക്കൾക്ക് ഉള്ളത്. നേരത്തെ PMC വിവാദത്തിൽ MA ബേബിയുടെ ഇടപെടലാണ് സംസ്ഥാന സർക്കാരിൻ്റെ, അന്നത്തെ സർക്കാരിൻ്റെ തീരുമാനത്തിൽ നിന്ന് പിന്തിരിയാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചത്. അതേ തരത്തിലുള്ള ഇടപെടലാണ് ഇപ്പോൾ CPI പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ ഉത്കണ്ഠപ്പെടല്ലേ, എല്ലാത്തിനും പരിഹാരമുണ്ടാക്കാൻ കഴിയും ലെഫ്റ്റിൻ്റെ രാഷ്ട്രീയത്തിൽ. ഇടതുപക്ഷം ഒരു വെറും പക്ഷമല്ല, അതിന് രാഷ്ട്രീയ ബോധമുണ്ട്, രാഷ്ട്രീയ ഐക്യമുണ്ട്, രാഷ്ട്രീയ നിലപാടുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് പ്രശ്നങ്ങളും വെക്കാനുള്ള രാഷ്ട്രീയ ഇച്ഛയുണ്ട് LDF-ലെ ഓരോ പാർട്ടിക്കും. അത് CPI-ക്കുണ്ട്, CPM-നുണ്ട്. അല്ല, കേരളത്തിൽ ഈ വിഷയത്തിൽ പരിഹാരമാകുന്നതുകൊണ്ടാണോ ദേശീയ നേരത്തെ ബന്ധപ്പെടുന്നത്? അതൊക്കെ നിങ്ങളുടെ വാർത്തകളല്ലേ, എല്ലാ കാലത്തും അതൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ സംസ്ഥാന സെക്രട്ടറിയിൽ അങ്ങനെ സെക്രട്ടറി പറഞ്ഞു ദേശീയ നേരത്തെ അറിയിച്ചിട്ടുണ്ടോ? ആര് പറഞ്ഞു? ഞാൻ മനസ്സിലാക്കി. അത് പുതിയ കാര്യമല്ലല്ലോ, നേരത്തെ അറിയിച്ചത്. നയതന്ത്ര കാര്യങ്ങളെല്ലാം അപ്പോഴും അറിയിക്കാറുണ്ട്, എല്ലാ ദിവസവും അറിയിക്കാറുണ്ട്, പുതിയ കാര്യമല്ല. കടുത്ത നിലപാടിലേക്ക് പോകണമെന്ന അഭിപ്രായമുള്ളവരും CPI-യിലുണ്ട്. അവർ സൂചിപ്പിക്കുന്ന കടുത്ത നിലപാടെന്ന് പറയുന്നത് നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കായി ഇരിക്കണം എന്നതടക്കമുള്ളവയാണ്. പക്ഷേ അങ്ങനെ ചെയ്താൽ ഇപ്പോൾ തന്നെ വളരെ ദുർബലമായ മുന്നണി സംവിധാനം, മുന്നണി ബന്ധം അത് തീർത്തും ദുർബലമാകും. ഇടതുപക്ഷം സംസ്ഥാനത്തെ കൂടുതൽ മോശമായ അവസ്ഥയിലേക്ക് എത്തും. അതിന് CPI നിന്നുകൊടുക്കുന്ന അഭിപ്രായമുള്ളവരാണ് CPI-യിൽ ഇപ്പോൾ ഏറിയ പങ്കും. ഏതായാലും എന്ത് വന്നാലും മുന്നണി യോഗം, അതായത് ഇടതുമുന്നണിയുടെ കക്ഷി യോഗം, നിയമസഭാ കക്ഷി യോഗത്തിൽ ചേരാൻ കഴിഞ്ഞിട്ടില്ല. അത് ചേരണമെങ്കിൽ ഇതിലൊരു തീരുമാനമുണ്ടാകണം. ഇനി ഏതെങ്കിലും പദവി, മുന്നണി LDF-ന്റെ പാർലമെന്ററി പാർട്ടിയുമായി ബന്ധപ്പെട്ട പദവികൾ CPM നൽകിയാലും അത് ഏറ്റെടുക്കേണ്ട, അങ്ങനെ വിട്ടുനിന്ന് പ്രതിഷേധിക്കാമെന്നൊരു അഭിപ്രായത്തിലാണ് ഇപ്പോൾ CPI മുൻതൂക്കം. CPM ആകട്ടെ ഒരു കാരണവശാലും ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയില്ല. ഉപനേതാവ് പദവി CPM-ന് അവകാശപ്പെട്ടതാണ്. അത് തങ്ങൾ തന്നെ കൈവശം വയ്ക്കുമെന്ന അല്പം പോലും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിലാണ് CPI നേതൃത്വവുമുള്ളത്. പാർട്ടിയുടെ ഉന്നത നേതൃത്വം അവഗണിക്കുന്നുവെന്ന് കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനി ബാലകൃഷ്ണൻ. കേരളത്തിലെ ഉന്നതനായ PB അംഗം അവഗണിക്കുന്നു. കോടിയേരിയുടെ മരണശേഷം ഫോൺ വിളിച്ചാൽ പോലും എടുക്കാറില്ല. MV ഗോവിന്ദനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഗുരുതര വിമർശനമാണ് വിനോദിനി ഉന്നയിച്ചത്. ഒരു മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് വിനോദിനിയുടെ ഈ വിമർശനം. കോടിയേരി ബാലകൃഷ്ണന്റെ മരണശേഷം കോടിയേരി കുടുംബത്തെ CPM അവഗണിക്കുന്നുവെന്ന പരാതി ശക്തമാണ്. നേരത്തെ ബിനീഷ് കോടിയേരിയുടെ പാർട്ടി അംഗത്വം വൈകിച്ചതടക്കമുള്ള കാരണങ്ങൾ അതെന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു. കോടിയേരി ബാലകൃഷ്ണന്റെ ഭൗതികദേഹം തിരുവനന്തപുരത്തേക്ക് ദീർഘനാൾ, പതിറ്റാണ്ടുകൾ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി കേന്ദ്രമായിരുന്ന, അദ്ദേഹത്തിന് ഏറെ വൈകാരിക അടുപ്പമുള്ള ഇടമായ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരാത്തതും വലിയ അമർഷം അന്ന് തന്നെ പാർട്ടി കേന്ദ്രങ്ങളിലും കോടിയേരി കുടുംബത്തിലുമൊക്കെ ഉണ്ടാക്കിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയെ ലക്ഷ്യമിട്ട് മുനവച്ച കൃത്യമായി അദ്ദേഹത്തിലേക്ക് നീളുന്ന തരത്തിലുള്ള വിമർശനമാണ്
വിനോദിനി ബാലകൃഷ്ണൻ ഒരു മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ എം വി ഗോവിന്ദനെ ഉന്നയിക്കുന്നത്. CPM-ന്റെ ഉന്നത നേതൃത്വം തങ്ങളെ അവഗണിക്കുന്നു എന്നാണ് വിനോദിനിയുടെ പരാതി. കേരളത്തിൽ പ്രധാന സ്ഥാനം വഹിക്കുന്ന PB അംഗത്തിൽ നിന്ന് നേരിട്ടത് ക്രൂരമായ അവഗണനയാണ്. കോടിയേരി മരിച്ച ശേഷം കുടുംബത്തെ തിരിഞ്ഞുപോലും CPM-ന്റെ ദീർഘനാൾ പൊളിറ്റ് ബ്യൂറോ അംഗവും സംസ്ഥാന സെക്രട്ടറിയും ദീർഘനാൾ CPM-ന്റെ സംസ്ഥാനത്തെ പാർട്ടി മുഖവുമായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ. അത്തരമൊരു നേതാവിൻ്റെ കുടുംബത്തെ തിരിഞ്ഞുപോലും നോക്കാത്ത തരത്തിൽ ഈ നേതാവ് പെരുമാറി എന്നാണ് വിനോദിനി ബാലകൃഷ്ണൻ്റെ കോടിയേരി ബാലകൃഷ്ണൻ്റെ ഭാര്യയുടെ പരാതി. ആവശ്യത്തിന് വിളിച്ചാൽ ഉന്നത പദവിയിരിക്കുന്ന PB അംഗം ഫോൺ എടുക്കില്ല, എന്തോ സ്വകാര്യ ആവശ്യത്തിന് വിളിക്കുന്നുവെന്ന പ്രതീതിയാണ് അദ്ദേഹത്തിന് പലപ്പോഴും ഈ ഫോൺ കോളുകളിലൂടെ ഉള്ളതെന്ന് തോന്നുന്നു എന്ന വിമർശനമുണ്ട്. 4 വർഷത്തിൻ്റെ ഒരിക്കൽ പോലും കുടുംബത്തിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ഈ പാർട്ടി നേതാവ് PB അംഗം പാർട്ടി സെക്രട്ടറി നേരിട്ടവർ പറയുന്നില്ല. പക്ഷേ ലക്ഷ്യം വളരെ കൃത്യമായി എം വി ഗോവിന്ദനിലേക്കാണ്. അതിന് കാരണം ഈ അഭിമുഖം നടത്തുന്നയാൾ തന്നെ ചോദിക്കുന്നുണ്ട്, ഉയർന്ന PB അംഗം എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും പിണറായി വിജയനെ ആരെങ്കിലും തെറ്റിദ്ധരിക്കില്ലേ ചോദിക്കുമ്പോൾ പിണറായി വിജയൻ അങ്ങനെയല്ല, അദ്ദേഹം വളരെ കൃത്യമായി ഇത്തരം കാര്യങ്ങൾ ഇടപെടുന്നയാളെന്ന് പറഞ്ഞുകൊണ്ട് എം വി ഗോവിന്ദൻ എന്ന് പറയാതെ പറയുകയാണ് വിനോദിനി ബാലകൃഷ്ണൻ. എന്നാൽ താൻ ആരെയും അങ്ങനെ അവഗണിക്കാറില്ല എന്നും അല്ലെങ്കിൽ കൃത്യമായി ഇടപെടാറുണ്ടെന്ന് മറുപടിയുമായി EP ജയരാജനും വിഷയത്തിൽ രംഗത്തെത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു അവഗണനയുണ്ടോ? അല്ല, ആരെയും അവഗണിക്കേണ്ട കാര്യം ഞാൻ ആരെയും അവഗണിക്കാറില്ല. ഈ മരിച്ച ശേഷം തിരിഞ്ഞു നോക്കുന്നില്ല ആരും എന്നൊക്കെ പറഞ്ഞു അവരോട് ചോദിച്ചു നോക്ക്, ഞാനെന്ത് പറയാനാ? ഫോൺ എടുക്കത്തില്ല, വിളിച്ചാൽ അവരോട് ചോദിച്ചു നോക്ക്. അവരൊരു മാസികയ്ക്ക് കൊടുത്ത് അഭിമുഖത്തിൽ പറഞ്ഞു. എനിക്കറിഞ്ഞൂടാ ഒന്നും. ദീർഘനാൾ ബിനീഷ് കോടിയേരിയെ പാർട്ടി അംഗത്തിൽ മാറ്റി നിർത്തിയതും എം വി ഗോവിന്ദൻ ഇടപെടലെന്ന് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. പിന്നീട് പിണറായി വിജയൻ ഇടപെട്ടാണ് ബിനീഷ് കോടിയേരിക്ക് പാർട്ടി അംഗത്വം തന്നെ തിരിച്ചു നൽകിയത്. പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിൻ്റെ കുടുംബത്തോട് പോലും സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇത്തരത്തിൽ അകൽച്ച കാണിക്കുന്നു എന്നത് CPM അണികൾക്കും വലിയ എതിർപ്പുള്ള വലിയ അമർഷമുള്ള ഒരു കാര്യമാണ്. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ മുഖ്യ കാരണങ്ങൾ വിശകലനം ചെയ്തുള്ള അവലോകന റിപ്പോർട്ട് തയ്യാറാക്കൽ CPM-ന്റെ നേതൃയോഗങ്ങൾക്ക് തുടക്കമായി. ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുകയാണ്. ഞായർ തിങ്കൾ ദിവസങ്ങളിലായി സംസ്ഥാന കമ്മിറ്റിയും ചെയ്തു. ഏരിയ തലം വരെ നടന്ന ചർച്ചകൾ ക്രോഡീകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് തയ്യാറാക്കി സംസ്ഥാന കമ്മിറ്റിയിൽ സമർപ്പിക്കും. സർക്കാർ അഭിഭാഷകരുടെ പട്ടികയിലും ബന്ധു നിയമനം. കോൺഗ്രസ് നേതാവ് ജോസഫ് വാഴക്കൻ്റെ മകളെ ഗവൺമെൻറ് പ്ലീഡറായി നിയമിച്ചു. 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് സർക്കാർ അഭിഭാഷകയായിരുന്ന പൂജ സുരേന്ദ്രനും പട്ടികയിലുണ്ട്. തങ്ങൾ കുടുംബാംഗവും ഗവൺമെൻറ് പ്ലീഡർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ എതിർപ്പ് മറികടന്നാണ് ഈ നിയമനങ്ങൾ നടന്നിരിക്കുന്നത്. തൻ്റെ അളിയൻ്റെ നിയമനത്തിൽ നിയമപരമായ തടസ്സമില്ലെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ബെന്നി തോമസ് മാതൃകാപരമായ പൊതുപ്രവർത്തനം നടത്തുന്നയാളാണ്. മികച്ച ഭൂരിപക്ഷത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റായ നേതാവാണ്. വേണമെങ്കിൽ മറ്റൊരു മന്ത്രിയുടെ സ്റ്റാഫിൽ ഉൾപ്പെടുത്താമായിരുന്നു. എന്നാൽ അങ്ങനെയൊരു കാപട്യത്തിന് താൻ തയ്യാറായിട്ടില്ലെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. വിവാദ ബന്ധു നിയമനത്തിൽ സണ്ണി ജോസഫിനെ പിന്തുണച്ച മന്ത്രി കെ മുരളീധരൻ. ബെന്നി തോമസ് സണ്ണിയുടെ ബന്ധുവാണെങ്കിലും ദീർഘകാലത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ളയാളാണ്. പിണറായി മന്ത്രിസഭയിൽ മുഹമ്മദ് റിയാസ് മന്ത്രിയായപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ എന്നും മുരളീധരൻ ചോദിച്ചു. കാഫിർ സ്ക്രീൻഷോട്ട് കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ആദ്യ യോഗം വടകരയിൽ പുരോഗമിക്കുകയാണ്. കോഴിക്കോട് റൂറൽ SP, ക്രൈംബ്രാഞ്ച് DYSP എന്നിവരടക്കം മുഴുവൻ ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കേസിന്റെ നിലവിലെ അവസ്ഥ, വരും ദിവസങ്ങളിലെ തുടർ നടപടികൾ എന്നിവയ്ക്ക് അന്വേഷണ സംഘം രൂപം നൽകും. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചതിന് ശേഷം ഇനി എന്ത് തുടർ നടപടി എന്നതായിരുന്നു പ്രസക്തം. ഇത് കേസ് തെളിയിക്കാൻ പറ്റുന്ന തെളിവുകൾ ശേഖരിക്കുക, എന്താണ് അന്വേഷണ സംഘത്തിന്റെ ഒരു സ്ട്രാറ്റജി?
സജിത്ത്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും വിവാദമായ ഒരു പ്രശ്നമായിരുന്നു ഈ കാഫിർ സ്ക്രീൻഷോട്ട്. കെ ശൈലജയ്ക്കെതിരായ ഒരു സ്ക്രീൻഷോട്ട് എന്ന പേരിലാണ് ആദ്യഘട്ടത്തിൽ ഇത് പ്രചരിപ്പിക്കപ്പെട്ടത്. ഇതുമായി ബന്ധപ്പെട്ടൊരു MSF നേതാവിനെ മുഹമ്മദ് ഖാസിമിനെ എതിരെ കേസെടുക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് അദ്ദേഹത്തിനെതിരെ മതിയായ തെളിവുകളില്ല എന്ന് കോടതിയിൽ അറിയിക്കുകയും അന്വേഷണം പിന്നീട് CPM സഹയാത്രികർക്കും നേതാക്കൾക്കും ഇടയിലേക്ക് എത്തുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇതേ തുടർന്ന് അന്വേഷണം അവസാനിപ്പിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാരിന്റെ അവസാന ദിവസങ്ങളിൽ അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. ഇതിനുശേഷം ഭരണം മാറിയതോടുകൂടിയാണ് കുറ്റ്യാടി MLA ആയ പാറക്കൽ അബ്ദുള്ളയുടെ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ ആഭ്യന്തരമന്ത്രി പുതിയ ഒരു അന്വേഷണത്തിന് അല്ലെങ്കിൽ ഒരു പുനരന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് ഇറങ്ങിയത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ ഇപ്പോൾ അന്വേഷണ സംഘം വടകരയിൽ യോഗം ചേരുകയാണ്. കോഴിക്കോട് റൂറൽ SP ഫറാഷ്, ക്രൈംബ്രാഞ്ച് DYSP മനോഹരൻ എന്നിവരുൾപ്പെടെ വടകര സ്റ്റേഷനിലെ പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരും പങ്കെടുത്താണ് യോഗം നടക്കുന്നത്. എന്തായാലും ഇതിൽ അതീവ സങ്കീർണമായ ചില നിയമപ്രശ്നങ്ങൾ, ഒപ്പം ഈ മെറ്റയിൽ നിന്നൊക്കെ ഉൾപ്പെടെ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. ഇപ്പോഴും എവിടെ നിന്നാണ് ഈ സ്ക്രീൻഷോട്ടിന്റെ ഉത്ഭവം എന്ന് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ പോലീസ് ലഭിക്കുന്നില്ല. ഒപ്പം ആരൊക്കെയാണ് ഈ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് എന്ന് സംബന്ധിച്ചും കൃത്യമായ ഒരു വിവരമില്ല. പോരാളി ഷാജി, അമ്പാടിമുക്ക് സഹാക്കൾ തുടങ്ങിയ പേജുകളുടെ അഡ്മിന്മാരുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും ഒടുവിൽ അന്വേഷണം എത്തിയത്. പക്ഷേ അവരാണ് ഈ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് എന്നതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭിക്കാത്തതുണ്ട്. അതുകൊണ്ട് മെറ്റയിൽ നിന്നും വിവരങ്ങൾ ലഭിക്കുന്നതാണ് ഏറ്റവും വലിയ തടസ്സമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഒപ്പം ഈ സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നും പറഞ്ഞു. അതുകൊണ്ട് ഈ കസ്റ്റഡിയിലൊക്കെ എടുത്ത ഫോണുകൾ അല്ലെങ്കിൽ ആരോപണം ഉയർന്നിരുന്ന CPM നേതാക്കളുടെ ഫോണുകൾ എന്നിവ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാവുകയും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത സ്ക്രീൻഷോട്ടുകളെക്കുറിച്ച് മെറ്റയിൽ നിന്ന് കൃത്യമായ വിവരങ്ങളും ലഭിച്ചാൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. എന്തായാലും നിലവിൽ അന്വേഷണത്തിൽ ഏത് ഘട്ടം വരെ എത്തിയെന്നും ഏതൊക്കെ രീതിയിലാണ് ഇനി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് എന്ന് സംബന്ധിച്ചും ഒക്കെ വിശദമായ ചർച്ചകൾ ഇന്നത്തെ യോഗത്തിൽ നടക്കും. ഒപ്പം നേരത്തെ ഈ കേസ് അവസാനിക്കുന്നത് ചൂണ്ടിക്കാട്ടി കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. അത് മാറ്റി പുതുക്കിയ റിപ്പോർട്ട് നൽകുകയും പുതിയ തെളിവ് ശേഖരണം നടത്താൻ പോകുന്നു, അല്ലെങ്കിൽ പുതിയ അന്വേഷണം വീണ്ടും ഇക്കാര്യത്തിൽ നടക്കാൻ പോകുന്നു എന്ന് ചൂണ്ടിക്കാട്ടി കോടതിയിൽ റിപ്പോർട്ട് നൽകുകയും ഒക്കെ വേണം. ഇതിനിടയിൽ ഈ KK ലതിക അടക്കമുള്ള ചില CPM നേതാക്കൾ ഈ സ്ക്രീൻഷോട്ട് പങ്കുവച്ചിരുന്നു. അവരെ കൂടെ കേസിൽ പ്രതി ചേർത്ത് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് അടക്കമുള്ളവ രംഗത്തെത്തിയിട്ടുണ്ട്. ഒപ്പം ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരായ ചില പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇടത് ക്യാമ്പുമായി അല്ലെങ്കിൽ CPM-മായി അടുത്ത ബന്ധമുണ്ട് എന്ന ചില ആരോപണങ്ങളും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ സമഗ്രമായി തന്നെ പരിശോധിച്ച് ഏത് രീതിയിലേക്ക് അന്വേഷണം പോകും എന്ന കാര്യത്തിൽ ഒരു വ്യക്തമായ തീരുമാനം ഉണ്ടാവും. വൈകുന്നേരത്തോടുകൂടി ഇത് സംബന്ധിച്ച അല്ലെങ്കിൽ ഏത് ദിശയിലേക്കാവും അന്വേഷണം പോകുക എന്നത് സംബന്ധിച്ചൊരു വ്യക്തത ലഭിക്കും. സജിത്ത്, പോലീസ് സ്റ്റേഷന്റെ ചുമതലയിലേക്ക് SIMR വീണ്ടും എത്തുകയാണ്. ഇത് സംബന്ധിച്ച പ്രത്യേക സമിതി ശുപാർശ DGP സർക്കാരിന് കൈമാറും. 484 സ്റ്റേഷനുകളിൽ 70 CIMR തുടരുന്നത്. മറ്റിടങ്ങളിൽ SIMRക്കാവും ചുമതല. പിണറായി സർക്കാരാണ് സ്റ്റേഷൻ ചുമതല CIMRക്ക് നൽകിയത്. നേരത്തെ SHOമാർക്കുണ്ടായിരുന്ന ചുമതലയാണ് പുനഃസ്ഥാപിക്കുന്നത്. 6 സ്റ്റേഷനുകൾ ചേർന്ന സബ് ഡിവിഷൻ ഒരു DYSPക്ക് കീഴിലേക്ക് മാറ്റുകയും ചെയ്യും. 2-3 സ്റ്റേഷനുകളുടെ ചുമതലയാകും ഒരു CIക്ക് നൽകുക. ആയിരങ്ങൾ വന്നുപോയ ആലപ്പുഴ വണ്ടർ ഫാൾസ് വെള്ളച്ചാട്ടത്തിൽ ഉപയോഗിച്ചത് മനുഷ്യ വിസർജ്യം കൊണ്ട് മലിനമാക്കപ്പെട്ട ജലം. കൃത്രിമ വെള്ളച്ചാട്ടത്തിനായി കരുതിയിരുന്ന ജലത്തിന്റെ സാമ്പിളുകളിൽ നിന്ന് വൻതോതിൽ കോളിഫോം ബാക്ടീരിയ കണ്ടെത്തി. 100 മില്ലിലിറ്റർ ജലത്തിൽ 1000-ൽ പരം ബാക്ടീരിയകൾ എന്ന ഞെട്ടിക്കുന്ന കണക്കാണ് പുറത്തുവന്നത്. കൃത്രിമ വെള്ളച്ചാട്ടം ഒരുക്കിയ ഇടത്ത് സ്ഥാപിച്ച കക്കൂസുകളിൽ നിന്നുള്ള മനുഷ്യ വിസർജ്യവും ഭൂഗർഭജലവുമായി കലർന്നിട്ടുണ്ടെന്നും ഗവേഷകർ പറയുന്നു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ആലപ്പുഴ ബീച്ചിൽ വേനലവധി കാലത്ത് 2 മാസക്കാലമായി നടന്ന ബീച്ച് കാർണിവലുമായി ബന്ധപ്പെട്ട് ഗുരുതര പാരിസ്ഥിതിക ആഘാതമുണ്ടാക്കുന്ന നിർമ്മാണങ്ങളടക്കം നടന്നു എന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസം ന്യൂസ് 18 പുറത്തുവിട്ടിരുന്നു. അതിനുശേഷം വലിയ മാലിന്യ പ്രതിസന്ധിയാണ് ആലപ്പുഴ ബീച്ചും പരിസര പ്രദേശങ്ങളിലും നേരിടുന്നത് എന്നുള്ളതാണ്. വലിയ CRZ ലംഘനങ്ങൾ ഉൾപ്പെടെ നടന്നു പലയിടങ്ങളിലും. അതിൽ ഏറ്റവും നിർണായകമായിരുന്നത് ആ ബീച്ചിന്റെ ആ മണലിൽ കുഴിക്കക്കൂസുകൾ ഇറക്കി, അതായത് ലക്ഷക്കണക്കിന് ആളുകൾ വന്നുപോയ പ്രദർശനത്തിൽ കുഴിക്കക്കൂസുകൾ ഇറക്കിയാണ് ബീച്ചിൽ അത്തരത്തിലൊരു സൗകര്യം ഏർപ്പാട് ചെയ്തത് എന്നുള്ളതായിരുന്നു. അതിനെ സാധൂകരിക്കുന്ന ഏറ്റവും നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിടുന്നത്. കഴിഞ്ഞ ദിവസം ന്യൂസ് 18 വിവരം അറിയിച്ചതിനെ തുടർന്ന് അന്താരാഷ്ട്ര കായൽ ഗവേഷണ കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥർ, ഡയറക്ടർ ഡോക്ടർ പത്മകുമാറിന്റെ നേതൃത്വത്തിൽ അഗ്രികൾച്ചർ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ക്യൂനോ അടക്കമുള്ള ജീവനക്കാർ വന്നിരുന്നു. ഒപ്പം തന്നെ പരിസ്ഥിതി ഗവേഷണം നടത്തുന്ന ജീവനക്കാരും അതിനോടൊപ്പം ഗവേഷണ കേന്ദ്രത്തിലെ ജീവനക്കാരുണ്ടായിരുന്നു. അവർ വിവിധ ഇടങ്ങളിൽ നിന്ന് സാമ്പിളുകൾ
ശേഖരിച്ചു. ഈ വണ്ടർഫോൾസ് എന്ന കൃത്രിമ വെള്ളച്ചാട്ടം ഒരുക്കിയ സിയാൻ എന്ന കമ്പനി ഒരുക്കിയ വണ്ടർഫോൾസ് എന്ന കൃത്രിമ വെള്ളച്ചാട്ടത്തിന്റെ ഇടത്തു നിന്നും അവിടുത്തെ കുഴൽക്കിണറിന്റെ ഭാഗമായി ശേഖരിച്ച വെള്ളം കൂടി അതിന്റെ സാമ്പിളുകൾ കൂടി അവർ എടുത്തിരുന്നു. അതിലാണ് ഇപ്പോൾ ഏറ്റവും നിർണായകമായ വിവരങ്ങൾ ലഭ്യമായിട്ടുള്ളത്. അതായത് ഈ ജലം, വണ്ടർഫോൾസ് എന്ന് പറയുന്നത് കൃത്രിമ വെള്ളച്ചാട്ടം സൃഷ്ടിക്കുന്നതായിരുന്നു. അതിന് ധാരാളം ജലം ആവശ്യമായി ഉണ്ടായിരുന്നു. ഈ CRZ മേഖലയിൽ അനധികൃതമായി കുഴൽക്കിണർ കുഴിച്ചാണ് അത്തരത്തിൽ വെള്ളം എടുത്തിരുന്നത്. ഈ വെള്ളത്തിന്റെ സാമ്പിൾ പരിശോധിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ലഭ്യമായിട്ടുള്ളത്. കോളിഫോം ബാക്ടീരിയയുടെ അളവ് ഞെട്ടിക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ ആ രീതിയിൽ ആ വെള്ളത്തിൽ കൂടുതലായിരുന്നു എന്ന് തന്നെ പറയാൻ കഴിയും. അതായത് 100 ml വെള്ളത്തിൽ 1000-ലധികം കോളിഫോം ബാക്ടീരിയകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. 3 ഇടത്ത് നിന്നാണ് ജലസാമ്പിളുകൾ ശേഖരിച്ചത്. ഈ റൈഡിന്റെ കീഴ്ഭാഗത്ത് അടക്കമുള്ള ഇടങ്ങളിൽ നിന്നുള്ള ജലസാമ്പിളുകൾ ശേഖരിച്ചു. അവിടെ സംഭരിച്ചു വെച്ചിരുന്ന വെള്ളം ശേഖരിച്ചു. അതിലാണ് ഈ കോളിഫോം ബാക്ടീരിയയുടെ അളവ് എല്ലായിടത്തും ഒരുപോലെ കാണപ്പെട്ടത് എന്നുള്ളതാണ്. സാധാരണഗതിയിൽ 100 ml വെള്ളത്തിൽ 10 കോളിഫോം ബാക്ടീരിയകൾ ഉണ്ടെങ്കിൽ പോലും അത് ആരോഗ്യത്തിന് ഹാനികരമാണ്. അവിടെയാണ് ഈ ഇത്രയധികം ജനങ്ങൾ വന്നുപോയ ഒരിടത്ത് 190 രൂപ ടിക്കറ്റ് നിരക്കിൽ വിൽപ്പന നടത്തി ജനങ്ങളെ അകത്തേക്ക് പ്രവേശിപ്പിച്ച ഇടത്ത് യാതൊരുവിധ ശാസ്ത്രീയ പരിശോധനകളും ഒന്നുമില്ലാതെ തന്നെ അല്ലെങ്കിൽ റെക്കോർഡിക്കലായി അത് ശേഖരിക്കാതെ സൂക്ഷിച്ചു വെക്കാതെ ഇത്തരത്തിൽ ജലം ഉപയോഗിച്ചത് എന്നുള്ളതാണ്. കുട്ടികളടക്കം നിരവധി പേർ വന്നുപോയ ഇടത്താണ് ഇത്തരത്തിൽ വെള്ളം മലിനപ്പെട്ട ജലം ഉണ്ടായിട്ടുള്ളത്. അതും ഇത്തരം ജലം മലിനമാകാൻ, അതായത് മനുഷ്യ വിസർജ്യത്തിന്റെ മാലിന്യം അടങ്ങിയ വെള്ളമായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് ശാസ്ത്രീയമായ പഠനത്തിന് ശേഷം വ്യക്തമാക്കുന്നത്. അതിന് തെളിവായി തന്നെ നമുക്ക് പറയാൻ കഴിയുക മീറ്ററുകൾ മാത്രം വ്യത്യാസത്തിലായിരുന്നു ഈ പ്രദർശനം നടന്ന ഇടത്ത് കുഴൽക്കിണറുകളും ഒപ്പം തന്നെ കുഴിക്കക്കൂസുകളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മണലായതുകൊണ്ട് തന്നെ കടൽ തീരമാണ്. കടലിൽ നിന്ന് 3-4 മീറ്ററുകൾ മാത്രമേ വ്യത്യാസം ഈ കുഴിക്കക്കൂസുകൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതിനും 1-2 മീറ്റർ വ്യത്യാസത്തിൽ മാത്രമാണ് അവിടെ സ്ഥാപിച്ചിരുന്ന അനധികൃത കുഴൽക്കിണറിനും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കക്കൂസ് മാലിന്യങ്ങൾ അരിച്ചിറങ്ങിയ വെള്ളമാണ് കൃത്യമായ ശാസ്ത്രീയമായ അത് ശുചീകരണമോ മറ്റു കാര്യങ്ങളോ ഇല്ലാതെ ഈ അവിടെ 24 മണിക്കൂറും നടന്ന, അതായത് രാവിലെ തുടങ്ങുന്ന പ്രദർശനം രാത്രി 10 മണി വരെ നീണ്ടിരുന്നു. അവിടെ ഈ ഒഴുക്കി വിട്ടിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ഇടപെടലായിരുന്നു ഈ വന്നു പോയത് എന്നുള്ളതാണ്. അവിടെ എത്തിയ ചിലർക്ക് കണ്ണിനും ചൊറിച്ചിലടക്കമുള്ള അസ്വസ്ഥതകൾ ഉണ്ടായതിനെ തുടർന്ന് ചികിത്സ തേടിയതായ വിവരങ്ങൾ കൂടി ലഭ്യമാകുന്നുണ്ട്. ഇതിനകത്ത് എന്താണ് ഇനി നഗരസഭയും ഒപ്പം തന്നെ ജില്ലാ ഭരണകൂടവും സ്വീകരിക്കുന്ന നടപടി എന്നുള്ളതും ശ്രദ്ധേയമാകുന്നു. കാരണം കോളിഫോം ബാക്ടീരിയയുടെ അളവ് കാണിക്കുന്നത് മറ്റ് രോഗങ്ങൾ, ഗുരുതര രോഗങ്ങൾക്ക്, സാംക്രമിക രോഗങ്ങൾക്ക് സാധ്യതയുള്ള ജലമാണ് ഇതിന് ഉപയോഗിച്ചത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവിടെ ശാസ്ത്രീയമായി വാട്ടർ തീം പാർക്കുകൾ പ്രവർത്തിക്കുമ്പോൾ അത്തരത്തിൽ ജലം ഉപയോഗിച്ചുള്ള റൈഡുകൾ സംഘടിപ്പിക്കുമ്പോൾ അതിനകത്ത് കൃത്യമായി പരിശോധന എല്ലാ ദിവസവും വേണ്ടതുണ്ട്. ശാസ്ത്രീയമായ പരിശോധനകളുടെ റെക്കോർഡുകൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു മറുപടി നഗരസഭയ്ക്കും നൽകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഈ വലിയ നിർമ്മാണങ്ങൾ, അതായത് ഇപ്പോൾ മൺസൂൺ തുടങ്ങിക്കഴിഞ്ഞു, വലിയ നിർമ്മാണങ്ങൾ ഇപ്പോഴും അഴിച്ചു മാറ്റപ്പെടാതെ അപകട ഭീഷണി ഉയർത്തിക്കൊണ്ട് CRZ ഹൈറ്റൈഡ് ലൈനിൽ CRZ സോൺ 1-ലാണ് ഇത്രയും വലിയ നിർമ്മാണങ്ങൾ നടന്നിരിക്കുന്നത്. അതാണ് എങ്ങനെയാണ് ഇതിന്റെ സാങ്ഷൻ കിട്ടിയത് എന്നുള്ള ചോദ്യം വലിയ ചോദ്യമായി തന്നെ നിൽക്കുന്നു. അതിനോടൊപ്പം തന്നെയാണ് പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്ന രീതിയിൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള തെർമോകോളുകൾ ഉൾപ്പെടെ ഉള്ള അവിടെ നിർമ്മിച്ച അല്ലെങ്കിൽ പ്രദർശനത്തിന് ഉപയോഗിച്ച വസ്തുക്കൾ അവിടെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടിട്ടുള്ളത്. കടലിൽ കയറി ഇറങ്ങാൻ തുടങ്ങി ഓരോ പ്രാവശ്യവും തിരക്കേറുമ്പോൾ ഇത്തരത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കടലിലേക്ക് പോവുകയാണ്. അതിനോടൊപ്പം ജൈവ മാലിന്യങ്ങളും കുഴിക്കക്കൂസുകളും ആലപ്പുഴ ബീച്ചിന്റെ ഏറ്റവും മനോഹരമായ ബീച്ചിൽ പ്രാകൃതമായ രീതിയിൽ അവർ ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഇത്തരത്തിൽ മുഴുവൻ ഭരണകൂടത്തെയും, അതായത് 2 മാസക്കാലമായി നടന്ന ഈ പ്രദർശനത്തിൽ ഇത്തരം കാര്യങ്ങൾ കൃത്യമായി പരിശോധന നടന്നിട്ടില്ല എന്നുള്ള ചോദ്യം ഉയരുന്നു. അതോടൊപ്പം തന്നെ നഗരസഭ ഉൾപ്പെടെയുള്ള ആളുകൾ, സംവിധാനങ്ങൾ പറയുന്നത് ഇത് കർശന നടപടി സ്വീകരിക്കുമെന്നാണ്. എന്തുകൊണ്ട് 2 മാസക്കാലം കൃത്യമായ പരിശോധനകൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതുമാണ്. ഇപ്പോൾ അമ്പലപ്പുഴ MLA ആയ G. സുധാകരൻ ഇതിനകത്ത് അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആലപ്പുഴ ജില്ലാ കളക്ടർ ഷാജി V. നായരോടാണ് അദ്ദേഹം അന്വേഷണത്തിന് ആവശ്യപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല ഈ വൻ തിരക്കുള്ള ദിവസങ്ങളിൽ 45 ലക്ഷം രൂപയുടെ ടിക്കറ്റുകൾ വരെ വിറ്റുപോയിട്ടുള്ളതാണ് കണക്ക്. അങ്ങനെയാണെങ്കിൽ അതിന് തക്കതായ തുക ഈ നഗരസഭയിൽ വിനോദ നികുതിയായി ലഭ്യമായിട്ടുണ്ടോ, ടാക്സ് വെട്ടിപ്പടക്കമുള്ള കാര്യങ്ങൾ ഇതിനകത്ത് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും അങ്ങനെ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ ശിക്ഷാ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് G. സുധാകരൻ ഇപ്പോൾ ആലപ്പുഴ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതിനടക്കമുള്ള പരിശോധന നടക്കുമോ എന്നുള്ളതാണ്. എന്തായാലും ഈ കൃത്രിമ വെള്ളച്ചാട്ടത്തിന്റെ താഴെ ശേഖരിച്ചിരിക്കുന്ന
ഉപയോഗിക്കുന്ന വെള്ളത്തിൽ നിന്ന് എടുത്തിട്ടുള്ള സാമ്പിളുകളിലാണ് ഇത്തരത്തിൽ കോളിഫോം ബാക്ടീരിയയുടെ അളവ്, അതായത് കക്കൂസ് മാലിന്യം കൊണ്ട് മലിനപ്പെട്ട ജലമാണ് അരിച്ചിറങ്ങി, അതായത് മണലിലാണ് ഇത്തരത്തിലുള്ള കുഴിക്കക്കൂസുകൾ, താഴെ മറ്റൊന്നുമില്ലാത്ത കുഴിക്കക്കൂസുകൾ സ്ഥാപിച്ചത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നും ഈ ഭൂഗർഭ ജലത്തിലേക്ക് ആ മാലിന്യങ്ങൾ അരിച്ചിറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വിദഗ്ധർ നമ്മളോട് വ്യക്തമാക്കുന്നത്. അത് അന്താരാഷ്ട്ര കായൽ ഗവേഷണ കേന്ദ്രത്തിൽ നടത്തിയ ആ പരിശോധനകളുടെ ഫലം ഔദ്യോഗികമായ ഒരു അന്വേഷണം വന്നാൽ അത് കായൽ ഗവേഷണ കേന്ദ്രം ആ അന്വേഷണ ഏജൻസിക്ക് കൈമാറുകയും ഗുരുതര വീഴ്ച സംബന്ധിച്ചുള്ള റിപ്പോർട്ട് കൈമാറുകയും ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. BJPയുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് തമിഴ്നാട് മുൻ അധ്യക്ഷൻ അണ്ണാമലൈ. ദേശീയ പാർട്ടികൾ തമിഴ്നാടിന് മനസ്സിലാകുന്ന ഭാഷ സംസാരിക്കുന്നില്ലെന്ന് രാജിക്ക് ശേഷം അണ്ണാമലൈ പറഞ്ഞു. ദീർഘകാലത്തേക്ക് തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷനാക്കണമെന്ന അണ്ണാമലയുടെ ആവശ്യം ദേശീയ നേതൃത്വം അംഗീകരിച്ചില്ല. പുതിയ രാഷ്ട്രീയ സംഘടനയുമായി മുന്നോട്ട് പോകാനാണ് അണ്ണാമലയുടെ തീരുമാനം. ഏറെക്കാലമായി BJPയുമായി അകന്നു നിൽക്കുകയായിരുന്നു അണ്ണാമലൈ. ஒரு புதிய அரசியலை, அடிப்படை கட்டமைப்பை மாற்றக்கூடிய அரசியலை உருவாக்க வேண்டும் என்கின்ற ஒரு எண்ணத்தோடு இன்னைக்கு ரொம்ப பண்போடு சொல்லிவிட்டு அதே இயக்கத்திலிருந்து வெளியே வருகின்றேன். இன்றிலிருந்து நம்முடைய ஒரு புதிய பாதை, ஒரு புதிய இயக்கம், ஒரு புதிய பொலிட்டிக்கல் மூவ்மெண்ட் அடிப்படையிலிருந்து ஒரு புதிய பரிமாணத்தோடு பார்வையோடு பார்க்கக்கூடிய ஒரு விதத்தில் தான் நம்முடைய மூவ்மெண்ட்டை நம்ம ஆரம்பிக்கணும். நீங்கள் எல்லோரும் சேர்ந்து இணைஞ்சு அதை ஆரம்பிக்கணும் அப்படிங்கிறது என்னுடைய பெரிய ஆசைங்க. ദേശീയ തലത്തിൽ കോൺഗ്രസുമായുള്ള സഹകരണം പൂർണ്ണമായി ഉപേക്ഷിക്കാൻ ഒരുങ്ങുകയാണ് DMK. തിങ്കളാഴ്ച ഡൽഹിയിൽ നടക്കുന്ന ഇന്ത്യ മുന്നണി യോഗത്തിൽ DMK പങ്കെടുക്കില്ല. കോൺഗ്രസിനെതിരെ കടുത്ത വിമർശനവുമായി DMK നേതാവ് ഉദയനിധി സ്റ്റാലിൻ രംഗത്തു വന്നു. കോൺഗ്രസിന്റെ വഞ്ചന DMK ഒരിക്കലും മറക്കില്ല. കോൺഗ്രസിന്റെ വിജയിച്ച MLAമാർ പോലും തങ്ങളുടെ നേതാവിനെ കണ്ടിട്ടില്ല. TVKയെ പിന്തുണച്ചുകൊണ്ട് കോൺഗ്രസ് തങ്ങളെ ചതിക്കുകയാണ് ചെയ്തത്. ചില സഖ്യകക്ഷികൾ പോലും തങ്ങളെ പിന്തുണച്ചെങ്കിലും കോൺഗ്രസ് അത് കാണിച്ചില്ലെന്നും ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞു. நம்ம கூட கூட்டணி வச்சிருந்த கூடிய காங்கிரஸ் இயக்கம் துரோக கூட்டம் நம்ம பேரை சொல்லி நம்ம தலைவர் முகத்தை காட்டி வாக்குகளை பெற்று தலைவரை பார்த்து ஒரு நன்றி கூட சொல்லாம ஓடி போச்சு. அந்த நன்றி கெட்ட கூட்டம் திமுக காரன் என்னைக்கும் மறக்க மாட்டான், மறக்க கூடாது. தமிழ்நாட்டு மக்களும் மறக்க மாட்டாங்க. 22 എംപിമാരുമായുള്ള DMKയുടെ പിന്തുണ ദേശീയ തലത്തിൽ നഷ്ടമാവുന്നത് കോൺഗ്രസിന് വലിയ തിരിച്ചടി കൂടിയാണ്. തമിഴ്നാട്ടിൽ ഇരു പാർട്ടികളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ കൂടുതൽ ശക്തമായിരിക്കുമാണ്. റിപ്പോ നിരക്കിൽ മാറ്റമില്ല. ഇന്നു ചേർന്ന ധനനയ സമിതി യോഗത്തിലാണ് റിപ്പോ നിരക്ക് 5.25% നിലനിർത്താൻ തീരുമാനിച്ചത്. തുടർച്ചയായ 3ാം തവണയാണ് RBI റിപ്പോ നിരക്കിൽ മാറ്റം വരുത്താതിരിക്കുന്നത്. പണപ്പെരുപ്പം, ആഗോള സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾ, അന്താരാഷ്ട്ര വളർച്ചാ സാധ്യതകൾ എന്നിവ വിലയിരുത്തിയാണ് RBIയുടെ തീരുമാനം. റിപ്പോ നിരക്കിൽ മാറ്റമില്ലാത്തതിനാൽ ബാങ്കുകളുടെ വായ്പാ പലിശ നിരക്കുകളിലും ഉടൻ വലിയ വ്യത്യാസം ഉണ്ടായേക്കില്ല. ഭവന വായ്പ, വാഹന വായ്പ, വ്യക്തിഗത വായ്പ തുടങ്ങിയവ തിരിച്ചടയ്ക്കുന്നവരുടെ EMI നിലവിലെ നിലയിൽ തന്നെ തുടരും. UPയിലെ നോയിഡയിൽ തീപിടുത്തം. ശതാബ്ദി വിഹാറിലെ സെക്ടർ 52-ലെ E3-ലാണ് അപകടമുണ്ടായത്. PG അക്കോമഡേഷനിലാണ് രാവിലെ 7:30-യോടെ തീപിടുത്തമുണ്ടായത്. താഴത്തെ നിലയിൽ റെസ്റ്റോറൻറ്റും മുകളിലത്തെ നിലകളിലാണ് ആളുകൾ താമസിക്കുന്നത്. ഫയർഫോഴ്സ് തീയണയ്ക്കാനുള്ള ശ്രമം വിജയം കണ്ടു. കനത്ത മഴയെ തുടർന്ന് പൂനെ ബംഗളൂരു ഹൈവേയിൽ തവണ്ടിഘട്ടിന് സമീപം വെള്ളപ്പാച്ചിൽ. ഇതേ തുടർന്ന് നീപ്പാനിക്ക് സമീപം ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടാണ് ഗതാഗത കുരുക്ക് ഒഴിവാക്കിയത്. സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പ്. നാളെ 5 ജില്ലകളിൽ റെഡ് അലേർട്ടാണ്. വടക്കൻ ജില്ലകളിലാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പുള്ളത്. ഇന്ന് 8 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുണ്ട്.
പാർവതി സത്യദേവൻ ചേരുന്നു. പാർവതി, എന്താണ് സാഹചര്യം? സംസ്ഥാനത്ത് കൂടുതലിടങ്ങളിലേക്ക് അതിശക്തമായ മഴയാണോ അനുഭവപ്പെടാൻ പോകുന്നത്? അതാണ് സജിത്ത്, കാലവർഷം ശക്തി പ്രാപിക്കുകയാണ്. ഏറ്റവും പുതിയ അലേർട്ട് പ്രകാരം ഇന്ന് നാളെ 5 ജില്ലകളിൽ റെഡ് അലേർട്ടാണ്. വടക്കൻ ജില്ലകളിലാണ് റെഡ് അലേർട്ട് മുന്നറിയിപ്പുള്ളത്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് നാളെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ ജില്ലകളിൽ അതിതീവ്ര മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. ഒപ്പം 6 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിലാണ് നാളെ തീവ്രമഴ മുന്നറിയിപ്പുള്ളത്. ഒപ്പം യെല്ലോ അലേർട്ട് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലുമുണ്ട്. അതായത് നാളെ സംസ്ഥാനത്ത് അതിശക്തമായ മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത്. ഇന്ന് 8 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലുമാണ് ഇന്ന് ഓറഞ്ച് അലേർട്ട് ഉള്ളത്. നമുക്ക് കോഴിക്കോട് അടക്കമുള്ള പ്രദേശങ്ങളിൽ ശക്തമായ മഴയാണ് ഇന്ന് പെയ്യുന്നത്. രാവിലെ മുതൽ തന്നെ വിവിധയിടങ്ങളിൽ മലയോര മേഖലയിലടക്കം ശക്തമായ മഴയും നാശനഷ്ടവും ഉണ്ടായിട്ടുണ്ട്. റവന്യൂ വിഭാഗം 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ വിവിധയിടങ്ങളിൽ തുറന്നിട്ടുണ്ട്. 1070, 1077 എന്നീ നമ്പറുകളിൽ ജനങ്ങൾക്ക് സഹായത്തിനായി ബന്ധപ്പെടാമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. മറ്റന്നാളും റെഡ് അലേർട്ട് മുന്നറിയിപ്പുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ്. മറ്റന്നാളും വടക്കൻ കേരളത്തിലെ 3 ജില്ലകളിൽ തന്നെയാണ് റെഡ് അലേർട്ട് മുന്നറിയിപ്പുള്ളത്. ഈ ജില്ലകളിൽ അതിതീവ്ര മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. ഈ മാസം 8-ാം തീയതി വരെ, ജൂൺ 8 വരെ ശക്തമായ മഴ തന്നെയാകും സംസ്ഥാനത്തുണ്ടാകുക. ഒപ്പം കേരള തീരത്ത് മത്സ്യബന്ധനത്തിനും ഈ 8-ാം തീയതി വരെ വിലക്ക് തുടരും. സജിത്ത്, കോട്ടയത്ത് കനത്ത മഴയിൽ വീടിന്റെ മേൽക്കൂര തകർന്നു വീണു. അമ്മഞ്ചേരി നാൽപ്പാത്തി മലയിലായിരുന്നു സംഭവം. പ്രദേശവാസിയായ ബിനോയ് മാത്യുവിന്റെ വീടാണ് തകർന്നത്. ഇന്നലെ രാത്രി 12 മണിയോടുകൂടിയായിരുന്നു സംഭവം. ബിനോയ്ക്കും ഭാര്യയ്ക്കും 2 മക്കൾക്കും പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരം. കാലവർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ എറണാകുളം ജില്ലയുടെ പല മേഖലകളിലും വെള്ളക്കെട്ട് രൂക്ഷമായി തന്നെ തുടരുകയാണ്. തൃപ്പൂണിത്തുറ ഇടമ്പാടത്ത് 22ഓളം കുടുംബങ്ങൾ വെള്ളക്കെട്ടിന്റെ പിടിയിലാണ്. ഹൈക്കോടതി ഇടപെടലിലൂടെ സ്ഥാപിച്ച മഴവെള്ളം ഒഴുകിപ്പോകാനുള്ള മാർഗങ്ങൾ പോലും ചില സ്വകാര്യ വ്യക്തികൾ അടച്ചുകളഞ്ഞതായിട്ടാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. തൃപ്പൂണിത്തുറ എടമ്പാടം എന്ന് പറയുന്ന പ്രദേശമാണ്. തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയോട് ഉൾപ്പെടുന്ന പ്രദേശമാണ്. ഇത് കഴിഞ്ഞ കുറേ നാളുകളായി ഈ മേഖലയിലുള്ളവർ അനുഭവപ്പെടുന്ന രൂക്ഷമായ വെള്ളക്കെട്ടാണ്. പിന്നീട് ഹൈക്കോടതിയുടെ നിർദ്ദേശമനുസരിച്ചാണ് ഇവിടെ അതിനുള്ളൊരു പരിഹാര മാർഗങ്ങൾ ഉണ്ടായത്. പക്ഷേ ഇത് ഇവിടുന്ന് പിറകു ഭാഗത്തേക്ക് പോകുന്ന വലിയൊരു പ്രദേശം, ഏതാണ്ട് 22ഓളം വീടുകൾ ആ മേഖലയിലുണ്ട്. ഇവിടെ അവർക്ക് വിഘാതമായത് സ്വകാര്യ വ്യക്തികൾ വലിയ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അടക്കം നടത്തുന്ന ഒരിടങ്ങളെല്ലാം തന്നെ രൂപപ്പെട്ടു. അതുകൊണ്ട് പിന്നീട് ഹൈക്കോടതി ഇടപെട്ടുകൊണ്ടാണ് വലിയ കുഴലുകൾ സ്ഥാപിച്ച വെള്ളം പുറത്തേക്ക് കളയാനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കിയത്. പക്ഷേ ഇപ്പോൾ അതെല്ലാം തന്നെ ഇല്ലാതായിരിക്കുന്നു. രൂക്ഷമായ വെള്ളക്കെട്ട് ഈ വർഷകാലത്തിന്റെ തുടക്കത്തിൽ തന്നെ അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. തീർത്തും ദുസ്സഹമായ രീതിയിലേക്കെല്ലാം തന്നെ മാറുന്നു. നമുക്കൊപ്പം ഈ പ്രദേശവാസികൾ കൂടി ചേരുന്നുണ്ട്. ഹൈക്കോടതി നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നല്ലോ ഇക്കാര്യം. ഈ വെള്ളക്കെട്ട് തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ ഇതിനു മുമ്പ് 5 കൊല്ലം മുമ്പ് കേസ് ഫയൽ ചെയ്തു. മുനിസിപ്പാലിറ്റി കംപ്ലൈന്റ് കൊടുത്ത് ഇതുവരെ ഒരു പരിഹാരം കിട്ടിയില്ല. ലാസ്റ്റ് ഞങ്ങൾ ഹൈക്കോടതി സമീപിച്ചു. ഹൈക്കോടതി ഇടപെട്ട് ലാസ്റ്റ് കേസ് വിസ്താരം കഴിഞ്ഞ് വിധി കിട്ടി. അമസ് കസ്തൂരും ഈ ഇപ്പോഴത്തെ ചെയർമാനും അന്നത്തെ കൗൺസിലറായിരുന്നു. ആ പൈപ്പ് സ്ഥാപിക്കുകയും വെള്ളക്കെട്ട് ഞങ്ങൾ കംപ്ലീറ്റ് പോവുകയും ചെയ്തു. അതിനുശേഷം ഈ കൊല്ലം ആണ് ഇപ്പോൾ ഈ വെള്ളക്കെട്ടിലേക്ക് വന്നത്. അത് പൈപ്പിന്റെ ഉള്ളിൽ കോൺക്രീറ്റ് കയറ്റി വെച്ചിരിക്കുകയാണ് ആ ഒരു സ്ഥലവാസി. അതുകൊണ്ടാണ് വെള്ളക്കെട്ട് അടച്ചു വെച്ചിരിക്കുക. അതുകൊണ്ട് വെള്ളം ഇവിടുന്ന് ഒട്ടും പുറത്തേക്ക് പോകണില്ല. കലുങ്ക് വഴി പുറത്തേക്ക് പോകണതാണ് ആ പൈപ്പ്. അത് വെമ്പനാട് കയലിട്ട് കണക്ഷനുള്ള തോടാത്. അത് മാറ്റാൻ പറഞ്ഞിട്ടൊന്നും അത് മുനിസിപ്പാലിറ്റി ഒന്നും ചെയ്യും. 1.5 മാസം മുമ്പ് ഞങ്ങൾ കംപ്ലൈന്റ് കൊടുത്ത് ഞങ്ങൾ പരാതി കൊടുത്തിട്ടും മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥന്മാരും ഒന്നും ചെയ്യുന്നില്ല. വന്നിച്ചും പോകും, ഒന്നും ചെയ്യൂല. അങ്ങനെ ചെയർമാനോട് വന്നു എല്ലാം ചെയ്യാന്ന് പറഞ്ഞ് ചെയ്യുന്നില്ല. ഈ ചെയർമാനെ എല്ലാം അറിയാം. ചെയർമാനെ ബാബു സാറ് നിന്നിട്ടാണ് ആ പൈപ്പിട്ടത്. അമസ് കസ്തൂർ രാജേഷ് ഹൈക്കോടതി അവിടെ നിന്നിട്ടാണ് ആ പൈപ്പിട്ടത്.
എന്നിട്ട് ഇന്നും ഇപ്പോൾ ഞങ്ങൾക്ക് വെള്ളക്കെട്ടിലായി കംപ്ലൈന്റ് പറഞ്ഞിട്ട് മിക്കസ് ക്യൂറിയുടെ അടക്കമുള്ള ഇടപെടലുകൾ ഈ കാര്യങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്നത് ആ പ്രദേശത്ത് രൂക്ഷമായ രീതിയിലുള്ളൊരു വെള്ളക്കെട്ട്, അത് തുറന്നുവിടാൻ കഴിയുന്ന രീതിയിലേക്കുള്ളൊരു പ്രവർത്തനങ്ങളോ നിർദ്ദേശങ്ങളോ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല. വീട്ടിലെ ഒരു സ്ഥിതിയൊക്കെ എങ്ങനെയാണ്? വീട്ടിലിപ്പോൾ മുട്ടിൻ്റെ അത്രയും വെള്ളമാണ്. നമുക്ക് നിന്ന് ഭക്ഷണം ചെയ്യാനോ ഭക്ഷണം കഴിക്കാനോ ബാത്റൂമിൽ പോകാനോ പറ്റാത്ത ഒരവസ്ഥയിൽ നിൽക്കിയിരിക്കുകയാണ്. അത്രയും വെള്ളം വീടിൻ്റെ അകത്ത് കയറിയിരിക്കുകയാണ്. എല്ലാവരും ഞങ്ങൾ വീട്ടിൽ നിന്ന് മാറേണ്ട അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. ഈ വേനൽക്കാലത്ത് തന്നെ ഞങ്ങൾ ഇത് ക്ലിയർ ചെയ്യണം, ക്ലിയർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പരാതി കൊടുത്തേക്കണമെന്നാണ്. ഇതുവരെ അതിനൊരു നടപടി ഉണ്ടായിരുന്നില്ല. അങ്ങനെ നടപടി ഉണ്ടായിരുന്നെങ്കിൽ ഈ വെള്ളക്കെട്ട് വരില്ലായിരുന്നു. അത് സർക്കാർ ഗവൺമെന്റ് ഇട്ടേക്കണ പൈപ്പാണ്. അത് ഗവൺമെന്റ് തന്നെ അതിന് പ്രതിവിധി കാണണം. അത് മുനിസിപ്പാലിറ്റി ശക്തിയായിട്ട് അത് പോലീസിനെ വെച്ച് തുറക്കണം, അവനെ അറസ്റ്റ് ചെയ്യണം. ആ പൈപ്പ് അടച്ചവന്റെ പേരിൽ നടപടി എടുക്കണം. ഞങ്ങളുടെ വീടുകൾ നഷ്ടപ്പെട്ടു. ആ നഷ്ടം ആര് തന്നെ? ഞങ്ങളുടെ വീടൊക്കെ തകർന്നിരിക്കുകയാണ്. അപ്പം അതിന്റെ നഷ്ടം മുനിസിപ്പാലിറ്റി തന്നെ. കൊല്ലങ്ങളായി ഞങ്ങൾ ഇത് ഫൈറ്റ് ചെയ്യാണ്. മുനിസിപ്പാലിറ്റി ഒന്നും ചെയ്യാത്തതുകൊണ്ട് അതിനോടാണ് ഈ സ്വകാര്യ വ്യക്തി അടച്ചിരിക്കുന്ന പൈപ്പ് തുറന്നു കൊടുക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. കാരണം ഇതൊരു ക്രമസമാധാന പ്രശ്നത്തിലേക്ക് അടക്കം നീണ്ടുപോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അതിനകം തന്നെ ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. ഒരു ദുരിതം നമുക്ക് പറയാവുന്നതിനേക്കാളും അപ്പുറമാണ്, അതിന് മുകളിലേക്ക് മാറിയിരിക്കുന്നു. കാലവർഷം കനക്കുമെന്ന എല്ലാ സൂചനകളുമുണ്ട്. നാട്ടുകാരുടെ ദുരിതവും അതിനനുസരിച്ച് വരും. അതിനു മുൻപ് തന്നെ സത്വരമായ ഇടപെടലാണ് പ്രതീക്ഷിക്കുന്നത്. തൃപ്പൂണിത്തുറയിൽ നിന്ന് ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. കോഴിക്കോട് ശക്തമായ കാറ്റും മഴയും തുടരുകയാണ്. മഴയിൽ SM സ്ട്രീറ്റിൽ കടകളുടെ മേൽക്കൂര പറന്നു. കോഴിക്കോട് ജില്ലയിലും കാലവർഷം കനത്തിരിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായി മഴ പെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ച. മലയോര മേഖലകളിൽ പട്ടണ പ്രദേശങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ മഴ ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടങ്ങളിലും വെള്ളം കയറുന്ന രീതിയിലേക്കും മാറിയിരിക്കുന്നു. ഇന്ന് രാവിലെ കനത്ത കാറ്റാണ് ജില്ലയുടെ പല ഭാഗങ്ങളിൽ അടിച്ചത്. നമ്മളിപ്പോൾ മിഠായി തെരുവ് ഭാഗത്താണ് നിൽക്കുന്നത്. മിഠായി തെരുവിന്റെ തുടക്ക ഭാഗത്ത് തന്നെ കനത്ത കാറ്റിൽ മേൽക്കൂരകൾ, ചില കടകളുടെ മേൽക്കൂരകൾ പറന്ന് താഴേക്ക് വീഴുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഒരു ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുകളിൽ നിന്നുള്ള മേൽക്കൂരയാണ് സമീപത്തുള്ള ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലേക്ക് വീണിരിക്കുന്നത്. അവിടെ ഒരു തൂണിൽ തട്ടിയാണ് ആ വലിയ ഷീറ്റ് പിടിച്ചു നിന്ന്. അതുകൊണ്ട് വലിയൊരു അപകടം ഒഴിവായിരുന്നു. ആ സമയത്ത് മിഠായി തെരുവിൽ ഒരുപാട് ആളുകൾ, സാധന സാമഗ്രികൾ മറ്റും വാങ്ങാനെത്തിയ ആളുകളും കച്ചവടക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് അത്തരത്തിലൊരു കച്ചവടക്കാരനിലേക്ക് അത്ഭുതകരമായി ഇപ്പോൾ ഈ സംഭവം നടന്നപ്പോൾ സ്ഥലത്തുണ്ടായിരുന്ന രക്ഷപ്പെട്ട ഒരു കച്ചവടക്കാരനിലേക്ക് തന്നെ പോകാം. ചേട്ടൻ എവിടെയായിരുന്നു ഈ സംഭവം നടന്നപ്പോൾ? ഞാൻ അതിന്റെ ചോട്ടിലായിരുന്നു സാർ. ആ ഓടിന്റെ കഷ്ടങ്ങൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് മേലോട്ട് നോക്കുമ്പോൾ ഒരു സാധുവിടെ ഭയങ്കര. അപ്പൊ എങ്ങനെ ഓടി രക്ഷപ്പെട്ടു. എന്റെ ബാഗൊക്കെ എടുത്താൽ ഞാൻ അവിടെ മാറ്റി വെച്ച് ഞാൻ ഓടി രക്ഷപ്പെട്ട. ഞാൻ മാത്രമല്ല, ഒരു വികലാംഗനായിരിക്കുന്ന ഒരു ലോട്ടറിക്കാരനുണ്ട് എന്റെ അടുത്ത് തന്നെ. അദ്ദേഹം അവിടെ ഉണ്ട്. ഇത്ര മാത്രം. ഭയങ്കര കാറ്റ്, പലതും വീണ് ആ വണ്ടി, ആ ലോഡുള്ള വണ്ടി താഴത്തേക്ക് ഉരുണ്ട് അവിടെ എത്തി. അതുകൂടാതെ ഇത് അവിടെയായിരുന്നു, അത് മറിഞ്ഞ് ഇവിടെ എത്തി. ഇതൊക്കെ വലിയ കാറ്റായിരുന്നല്ലേ? ഭയങ്കര കാറ്റായിരുന്നു. ആൾക്കാരൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു ഇവിടെ പോകുന്നു. ആൾക്കാർ കുറെ ആളുകളുടെ കൊടകളും തുണികളൊക്കെ നനഞ്ഞ്, ഈ കട്ടോടക്കാരതെല്ലാം നനഞ്ഞ് അവരിതൊക്കെ ഉണ്ട് ഇവിടെ ടൗണ് മുതൽ. കോഴിക്കോട് ഏറ്റവും നല്ല ഭാഗമാണിത്. ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. ഭാഗ്യം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. കറക്റ്റ് അവിടെ ഇടിച്ചു നിന്നു. ഇടിച്ചാ പോസ്റ്റിൽ നിന്നിട്ടില്ലെങ്കിൽ ഞാൻ അതിന്റെ അടിയിലാവും. ആ സംഭവമാണ് ഭയങ്കര. എന്തായാലും വളരെ അത്ഭുതകരമായി അദ്ദേഹം രക്ഷപ്പെട്ടു. ഒപ്പം ഈ സമീപത്തിനുള്ള ഹാൻഡെക്സിന്റെ കെട്ടിടത്തിന്റെ മുകളിലെ ഷീറ്റുകളും മുഴുവൻ പോയിരിക്കുന്ന ഒരു കാഴ്ച കാണാൻ കഴിയും. എന്തായാലും ആളുകളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്ന സമയത്താണെങ്കിൽ പോലും ആളുകൾക്ക് അപകടമുണ്ടാവുന്ന രീതിയിലല്ല ഇത് വീണത് എന്ന് തന്നെ ഏറ്റവും ഭാഗ്യമായി. നമ്മൾ നേരത്തെ കണ്ട കച്ചവടക്കാരനായ ആൾ തന്നെ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. വലിയ കാറ്റാണ് ഈ മേഖലകളിൽ ആ സമയത്ത് ആഞ്ഞു വീശിയത്. കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലയിൽ കനത്ത മഴയാണ്. ശക്തമായ കാറ്റോടുകൂടിയാണ് മഴ അനുഭവപ്പെടുന്നത്. മുക്കം, തിരുവമ്പാടി, കൂടരഞ്ഞി, കോടഞ്ചേരി, കൊടിയത്തൂർ മേഖലകളിലാണ് മഴ അനുഭവം.
കാസർഗോഡ് ചേർക്കള മുതൽ ചട്ടഞ്ചാൽ വരെ ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന റോഡ് ഉപരോധിക്കുകയാണ് നാട്ടുകാർ. കാലവർഷം എത്തിയിട്ടും നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതിൽ കടുത്ത ആശങ്കയിലാണ് പ്രദേശവാസികൾ. ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ഉപരോധം. റോഡിന് സുരക്ഷാ ഭിത്തിയും വീടുകളിലെത്താൻ സർവീസ് റോഡും വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു സൂചനാ പ്രതിഷേധ സമരം. ഇതോടെ മണിക്കൂറുകളോളം ഗതാഗതം മുടങ്ങി. മഴ കനത്തതോടെ ചെളിയും വെള്ളവും ഒഴുകിയെത്തി വാസയോഗ്യമല്ലാതായിരിക്കുകയാണ് സമീപത്തെ നിരവധി വീടുകൾ. മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിൽ കാട്ടാനിറങ്ങി ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. ആന സ്വമേധയാ മാറിയ ശേഷമാണ് ഗതാഗതം സാധ്യമായത്. സംസ്ഥാനത്ത് വന്യജീവി ആക്രമണം തടയാൻ പ്രത്യേക പദ്ധതിയെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. വനമേഖലകളിലെ സോളാർ ഫെൻസിംഗിന്റെ നീളം കൂട്ടും. കർഷകരെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാകും വനംവകുപ്പ് മുന്നോട്ട് പോവുക. വയനാടിന്റെ ക്യാരിയിങ് കപ്പാസിറ്റി മനസ്സിലാക്കാൻ പ്രത്യേക പഠനം നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. നമ്മളിപ്പോൾ 100 ദിവസം കൊണ്ട് ഇപ്പം കേരളത്തിൽ 2500 പരം കിലോമീറ്ററാണ് സോളാർ വേലി സ്ഥാപിച്ചിട്ടുള്ളത്. ഈ 100 ദിനം തീരുമ്പോഴത്തേക്കിന് അത് 2500 കിലോമീറ്ററാക്കി ഈ 100 ദിവസം കൊണ്ട് വർദ്ധിപ്പിക്കും. തുടർന്ന് ഈ വർഷം തന്നെ അത് 3000 വർദ്ധിപ്പിക്കും. ഇതാണ് ഇപ്പോഴത്തെ ഡിപ്പാർട്ട്മെൻറ്റ് പ്ലാൻ. പഞ്ചായത്തുകളും അതിർത്തി പങ്കിടുന്ന കർഷകരുമായിട്ട് സഹകരിച്ചുകൊണ്ടായിരിക്കും ഇനിയും ഭാവിയിലേക്കുള്ള ഇതിൻ്റെ മെയിൻ്റനൻസ് എന്നുള്ളതാണ്. പിന്നെ ആദ്യം ഞാൻ പറയാൻ ഒരു കാര്യം വിട്ടുപോയി. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കർഷകർക്കെതിരാന്നൊരു പൊതുബോധം നമ്മുടെ സമൂഹത്തിൽ നിലനിൽപ്പുണ്ട്. ഫോറസ്റ്റിൻ്റെ വനവും വന്യജീവിയും സംരക്ഷിക്കുന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്വം തന്നെയാണ്. പക്ഷേ കർഷകർ വിരുദ്ധരാണ് എന്നുള്ള മനോഭാവം മാറിയിരിക്കും. കർഷകരെ വിശ്വാസത്തിലെടുത്ത് സഹകരിച്ചുകൊണ്ടായിരിക്കും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് മുന്നോട്ട് പോകുന്നത്. കോട്ടയം ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴയിൽ കോളേജ് വിദ്യാർത്ഥികളുടെ കുടയ്ക്ക് മുകളിലേക്ക് മൂർഖൻ പാമ്പ് വീണു. രാവിലെ 9:30 സംഭവം. ചെത്തിപ്പുഴ ക്രിസ്തുജ്യോതി കോളേജിലെ വിദ്യാർത്ഥികളുടെ കുടയ്ക്ക് മുകളിലേക്കാണ് പാമ്പ് വീണത്. കോളേജ് ക്യാമ്പസിനുള്ളിലായിരുന്നു സംഭവം. മരത്തിൽ നിന്നും വീണതാകാമെന്നാണ് നിഗമനം. സ്നേക്ക് റെസ്ക്യൂവർ ഷിനോ കുറ്റിശ്ശേരിയുടെ നേതൃത്വത്തിൽ പാമ്പിനെ പിടികൂടി വനംവകുപ്പിന് കൈമാറി. എന്തോ വയ്യാഴിയായി അല്ലെങ്കിൽ എറണാകുളം മലയിടം തുരുത്ത് പാര്യത്തുകാവ് കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട മന്ത്രിതല ചർച്ച ഇന്ന് നടക്കും. ജില്ലയിൽ നിന്നുള്ള മന്ത്രി റോജി എം ജോണിനെയാണ് സർക്കാർ ചർച്ചകൾക്കായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. സമരസമിതിയും അഭിഭാഷക കമ്മീഷനും സ്ഥലം ഉടമയുമായും ഒന്നാംവട്ട ചർച്ച നേരത്തെ നടത്തിയിരുന്നു. ഈ മാസം 9 മുമ്പേ നടപടികൾ പൂർത്തിയാക്കാൻ പെരുമ്പാവൂർ മുൻസിഫ് കോടതി നിർദ്ദേശം നൽകിയതിനെതിരെ ഹൈക്കോടതിയിൽ നിന്ന് സർക്കാർ സാവകാശം വാങ്ങിയിട്ടുണ്ട്. ഈ മാസം 16 വരെയാണ് ഹൈക്കോടതി അനുമതി നൽകിയിരിക്കുന്നത്. അതിനു മുമ്പായി പ്രശ്നം രമ്യതയിലെത്തിക്കാനാണ് സർക്കാരിൻ്റെ ശ്രമം. എറണാകുളം മലയിടം തുരുത്ത പാര്യത്തുകാവിലെ ദളിത് കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികളിൽ അതിൽ ചർച്ചകൾ തുടരുകയാണ്. അതിൽ പ്രതിസന്ധി എങ്ങനെ മറികടക്കാം, കുടിയൊഴിപ്പിക്കൽ മാത്രമാണ് കോടതി നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ടുള്ള ആ ഒരു നടപടികൾ മാത്രമാണ്, അതല്ലാതെ പുനരധിവാസം ഏത് രീതിയിൽ സാധ്യമാകുമെന്നതെല്ലാം തന്നെയാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ. ഏതായാലും അത്തരം കാര്യങ്ങളിൽ മന്ത്രിതല സമിതി ചർച്ച നടത്തുന്നുണ്ട്. ഇതിൽ റോജി എം ജോണിനെയാണ് നിയോഗിച്ചിട്ടുള്ളത്. ഒരു വട്ട ചർച്ച നേരത്തെ ജില്ലാ ഭരണകൂടവും അതോടൊപ്പം തന്നെ ഈ അഭിഭാഷക കമ്മീഷനും ഒപ്പം ഈ സ്ഥലം ഉടമയുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ നടത്തിയിരുന്നു. ഇതിനിടയിൽ പെരുമ്പാവൂർ മുൻസിഫ് കോടതിയുടെ ഒരു ഇടപെടൽ അതിനിടയിൽ വന്നിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മാസം 9-ാം തീയതി വരെയായിരുന്നു ഹൈക്കോടതി സമയം അനുവദിച്ചിരുന്നത്. ആ സമയത്തിനുള്ളിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് റിപ്പോർട്ട് നൽകണമെന്നതായിരുന്നു പെരുമ്പാവൂർ മുൻസിഫ് കോടതിയുടെ ഉത്തരവ്. ഹൈക്കോടതി നിർദ്ദേശം കർശനമായി പാലിക്കണമെന്നതായിരുന്നു ആവശ്യപ്പെട്ടത്. എന്നാൽ ചർച്ചകൾ
വിവരങ്ങൾ എങ്ങും എത്താത്ത സ്ഥിതിക്ക് അത്തരമൊരു തീരുമാനത്തിലെത്തിക്കൊണ്ട് റിപ്പോർട്ട് നൽകാൻ സാധ്യമല്ല. ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് ഹൈക്കോടതിയെ സർക്കാർ അടിയന്തരമായി സമീപിക്കുകയും ചെയ്തു. ഇതനുസരിച്ചുകൊണ്ട് ഈ മാസം 16 വരെയാണ് സമയം നീട്ടിക്കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിനുള്ളിൽ ഈ വിഷയങ്ങൾ പരിഹരിക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അപ്പോൾ സ്ഥലം MLA VP സജീന്ദ്രൻ, അതോടൊപ്പം റോജി M. ജോൺ, ജില്ലാ കളക്ടർ, മറ്റ് ഈ സമരസമിതികൾ എന്നിവരെല്ലാവരുമായി ചേർന്നാണ് ചർച്ചകളിലേക്ക് പോകുന്നത്. പുനരധിവാസം അങ്ങനെ നടപ്പാക്കുകയാണെങ്കിൽ അത് ഏത് രീതിയിലാകണമെന്നതെല്ലാം തന്നെ ചർച്ച ചെയ്യും. ഹൈക്കോടതി നിർദ്ദേശങ്ങളുണ്ട്, അതിനെ ഏത് രീതിയിലാണ് ഇനി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുക എന്നത് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അഭിഭാഷക സമിതിയുടെ ഇക്കാര്യത്തിലുള്ള റിപ്പോർട്ടും കണ്ടെത്തലും എന്താണ് എന്നത് നോക്കേണ്ടതുണ്ട്. ഒപ്പം ഈ സ്ഥലമുടമയെ ഇക്കാര്യങ്ങളിൽ കുറച്ചുകൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമം, നയപരമായൊരു ശ്രമം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തുടരുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ ഇക്കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ളൊരു നടപടികൾ ഉണ്ടായില്ല എന്നൊരു ആക്ഷേപം ഒരു ഭാഗത്ത് ഉന്നയിക്കുമ്പോൾ തന്നെയും ഇപ്പോൾ പ്രത്യക്ഷമായി സമരരംഗത്തുള്ളത് CPM തന്നെയാണ്. CPMന്റെ നേതൃത്വത്തിൽ അവിടെ കഴിഞ്ഞ ദിവസങ്ങളിലായി വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും എല്ലാം തന്നെ തുടരുകയാണ്. അവരെ കുടിയൊഴിപ്പിക്കാൻ യാതൊരു രീതിയിലും സമ്മതിക്കില്ല എന്ന് തന്നെയാണ് CPMന്റെ പ്രത്യക്ഷത്തിലുള്ളൊരു നിലപാട്. അപ്പോൾ ഇതെല്ലാം ഇടയിൽ നിന്നുകൊണ്ട് ഒരു ഫോർമുല കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് നിലവിൽ മന്ത്രിസഭാ സമിതിയുടെ ഒരു ചർച്ചകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ജില്ലാ കളക്ടറേറ്റിൽ യോഗം ചേരുമെന്നാണ് അറിയുന്നത്. അതിൽ തീരുമാനത്തിലേക്ക് പോകാനുള്ള വഴികൾ അതിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. നെടുമങ്ങാട് 1.5 വയസ്സുകാരന്റെ കൊലപാതകത്തിൽ പ്രതികളെ 2 ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങി പോലീസ്. കേസിലെ മുഖ്യപ്രതി അഷ്കറിനെയും കുഞ്ഞിന്റെ അമ്മ അഖിലയുമാണ് നെടുമങ്ങാട് DYSP കസ്റ്റഡിയിലെടുത്തത്. നെടുമങ്ങാട് SC/ST കോടതിയാണ് പോലീസിന്റെ അപേക്ഷ പരിഗണിച്ചത്. മുഖ്യപ്രതി അഷ്കറിനെതിരെ കൊലക്കുറ്റം, കുട്ടികൾക്കെതിരായ അതിക്രമം, SC/ST അതിക്രമ നിരോധന നിയമം തുടങ്ങിയ ഗുരുതര വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. കുറ്റകൃത്യത്തിന് ഒത്താശ ചെയ്തതിനും പ്രേരണ കുറ്റത്തിനും അമ്മ അഖിലയ്ക്കെതിരെയും വകുപ്പുകൾ ചുമത്തിയിരുന്നു. പാലക്കാട് പുതുനഗരം ഇസ്ലാമിക ജിം വിവാദത്തിൽ വിശദീകരണവുമായി ഉടമകളിൽ ഒരാളും പരിശീലകനുമായ പാലക്കാട് തണ്ണീർപന്തൽ സ്വദേശി നവാസ്. ജിമ്മിൽ എല്ലാ മതക്കാർക്കും പ്രവേശനമുണ്ട്. സ്ത്രീകൾക്ക് പ്രത്യേക സമയമുണ്ടാകും. അത് ഇസ്ലാമിക സൗഹൃദ രീതിയിലാവും. താൻ മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും വാക്കുകൾ തെറ്റിദ്ധരിപ്പിച്ചതാവാം എന്നുമാണ് നവാസ് ന്യൂസ് 8നോട് പറഞ്ഞത്. അത് ഞാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവിടെ ഒരു സ്റ്റെയർ കേസ് ഉണ്ടാവും. അപ്പോൾ വികലാംഗങ്ങൾക്ക് വേണ്ടിയിട്ടൊരു സ്റ്റെയർ ഉണ്ടാവും. പക്ഷെ അവർ സെപ്പറേറ്റ് അവരും കൂടി മുൻഗണന കൊടുത്തിട്ടുള്ളതാണ്. അതുപോലെ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അവർക്കും കൂടി പ്രയോജനപ്പെടുന്ന ഒരു ജിമ്മായിരിക്കും. കാരണം ഓപ്പൺ ആയിട്ടുള്ള ഒരു മ്യൂസിക് ഉണ്ടാവില്ല. മ്യൂസിക് ഇഷ്ടമുള്ളവർക്ക് അവർക്ക് സെപ്പറേറ്റ് അവർക്ക് ഇഷ്ടമുള്ള മ്യൂസിക് കേൾക്കാം. നമ്മൾ അതിലൊന്നും യാതൊരു ഇതും പിന്നെ മൂടി പോയിച്ച് വരണം ഇല്ലാണ്ട് എന്താ പറയുക, അങ്ങനെ ഒരു എന്താ പറയുക ഇസ്ലാമിക് റൂൾസ് അടിച്ചമർത്തിക്കൊണ്ടുള്ള ഒരു ജിമ്മാണെന്നൊക്കെ പ്രചരിക്കുന്നുണ്ട്. പക്ഷെ അതും ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. ഞാൻ ഉദ്ദേശിച്ചത്, എൻ്റെ മനസ്സാൽ ഞാൻ ഉദ്ദേശിച്ചത് അവർക്കും കൂടി ഒരു സഹകരിച്ചുകൊണ്ടുള്ള ഒരു ജിമ്മ്, അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അല്ലാതെ ഇതര മതസ്ഥർക്ക് വരാൻ പാടില്ല ഒരു മുസ്ലിം ജിം എന്ന രീതിയിലോ ഒന്നും ഞാൻ ഇത് തുടങ്ങിയിട്ടില്ല. ഇത് പുതിയതായിട്ടൊരു സംരംഭം തുടങ്ങുകയാണ്. ഇസ്ലാമിക ജിമ്മിൽ വലിയ ഒരു വിശദീകരണവുമായിട്ടാണ് ഇപ്പോൾ ഉടമകൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഉടമയും പരിശീലകനുമായ നവാസാണ് ന്യൂസ് 8നോട് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞതിൽ പ്രധാനപ്പെട്ട കാര്യം പ്രകാരമാണ് ഇത് ഇസ്ലാമിക നിയമപ്രകാരമുള്ള ജിമ്മ് എന്നല്ല, ഇസ്ലാമിക നിയമങ്ങൾക്ക് പ്രാമുഖ്യം നൽകുന്ന ഇസ്ലാമിക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ജിമ്മ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് അത്തരം കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നവർക്ക്, പിന്തുടരുന്നവർക്ക് ഒരു പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ് അവിടെ. പക്ഷേ മറ്റുള്ളവരെ മാറ്റി നിർത്തുന്ന തരത്തിലോ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവുന്ന തരത്തിലോ സാഹചര്യങ്ങൾ ഉണ്ടാകില്ല. പക്ഷേ ആണുങ്ങളും പെണ്ണുങ്ങളും, അതായത് സ്ത്രീകളും പുരുഷന്മാരും വേറെ വേറെ തന്നെ വേണം പരിശീലനം നടത്തുവാൻ. അത് ആ തരത്തിലായിരിക്കും അതിൻ്റെ സംവിധാനങ്ങൾ ഉണ്ടാവുക. അതേപോലെ വലിയ മ്യൂസിക്, കാതടപ്പിക്കുന്ന മ്യൂസിക് ഒന്നും ഉണ്ടാവില്ല. എല്ലാവർക്കും അവരവരുടെ ഇഷ്ടത്തിന് സംഗീതം ഹെഡ്സെറ്റ് വെച്ചോ മറ്റോ അവർക്ക് ആസ്വദിക്കാം. പക്ഷേ പൊതുവായിട്ട് സംഗീതം ജിമ്മിൽ ഉണ്ടാവുകയില്ല. ഈ തരത്തിലുള്ള വിശദീകരണമാണ് നൽകുന്നത്. ഇതിൻ്റെ പിന്നിലുണ്ടായ കാരണം കൂടി ഇങ്ങനെയാണ്. ഈ പുതുനഗരം ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. അവിടെ പല ജിമ്മുകളുണ്ട്. അവിടെ 15 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ജിമ്മ് പുനഃസ്ഥാപിക്കുക, മറ്റൊരിടത്തേക്ക് മാറ്റി സ്ഥാപിക്കുന്നതിനിടെയാണ് ഇതിൽ നവാസ് അലി പരിശീലകനായി എത്തുന്നതും. അദ്ദേഹം കൂടുതൽ ആളുകളെ ഇവിടേക്ക് കൊണ്ടുവരാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇസ്ലാമിക് ഫ്രണ്ട്ലി ജിം എന്നൊരു പ്രചരണം നടത്തുകയും ചെയ്യുന്നത്. അതായത് ആ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തെ കൂടുതൽ ആളുകളെ അവിടേക്ക് കൊണ്ടുവരാൻ അവർക്ക് അനുയോജ്യമായൊരു സാഹചര്യമുണ്ട് എന്ന് അവരിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു ഇതെന്നാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും മുസ്ലിങ്ങളിൽ വലിയൊരു ഭാഗം
മത നിയമങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. ഇവിടെ പല ഭാഗങ്ങളിലും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വെവ്വേറെ ഭക്ഷണം കൊടുക്കുന്ന രീതികൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇടകലർന്ന് അല്ലാതെ സ്ത്രീകളുടെ സ്വകാര്യത മാനിക്കുന്ന തരത്തിലുള്ള സംവിധാനങ്ങളാണ് ഇവിടെ ഉള്ളത്. അത് ഇസ്ലാമിക് നിയമപ്രകാരമാണ് എന്നുള്ള ഒരു സന്ദേശം നൽകുകയായിരുന്നു ലക്ഷ്യമെന്നാണ് ഈ നവാസ് വ്യക്തമാക്കുന്നത്. എന്താണെങ്കിലും വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് തൻ്റെ വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് എന്ന ഒരു വിശദീകരണം അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഇതിൽ ഈ ഇസ്ലാമിക നിയമപ്രകാരം തന്നെയായിരിക്കും നടക്കുക, അവർ ഇസ്ലാമിക് ഫ്രണ്ട്ലി ആയിട്ടായിരിക്കും നടക്കുക എന്ന് വ്യക്തമാക്കുന്നു. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും 2 തരത്തിലുള്ള പരിശീലന സമയവും സംവിധാനവുമായിരിക്കുമെന്ന് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷെ അവർ ആവർത്തിക്കുന്ന ഒരു കാര്യം, ഇവിടെ എല്ലാവർക്കും പ്രവേശനം ഉണ്ടാകും, ആരെയും മാറ്റി നിർത്തുന്നതല്ല, എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകുന്ന തരത്തിൽ തന്നെയാണ് ഇത് ചിട്ടപ്പെടുത്തുന്നത്. മറ്റുള്ള പ്രചരണങ്ങൾ വാക്കുകൾ തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ് എന്നാണ് അവരുടെ ഭാഗത്തുള്ള വിശദീകരണം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഈ വീഡിയോ പുറത്തു വന്നതിൻ്റെ പിന്നാലെ വലിയ വിമർശനം സാമൂഹ്യ മാധ്യമങ്ങൾ ഉയർന്നിരുന്നു. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അന്വേഷണം, അതായത് എന്താണ് സംഭവിക്കുന്നത്, എന്താണ് ഈ ഒരു പ്രചരണത്തിനുള്ള അന്വേഷണവും പോലീസിൻ്റെ ഭാഗത്ത് നടന്നത്, അങ്ങനെയുള്ള സാഹചര്യം കൂടി ഇതിന് പിന്നിലുണ്ട് എന്നുകൂടി വ്യക്തമാക്കേണ്ടതുണ്ട്. എന്നാണെങ്കിലും ഇസ്ലാമിക് ഫ്രണ്ട്ലി ജിം എന്ന കാര്യത്തിൽ ഒരു തൻ്റെ വാക്കുകൾ ആളുകൾ തെറ്റിദ്ധരിച്ചു വന്ന ഒരു വിശദീകരണമാണ് ഇപ്പോൾ ജിമ്മിൻ്റെ ഉടമകളിലൊരാളായ നവാസ് നടത്തുന്നത്. എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന, എല്ലാവർക്കും വരാൻ കഴിയുന്ന, എല്ലാവർക്കും വ്യായാമം ചെയ്യാൻ കഴിയുന്ന സംവിധാനം തന്നെയാണ് ഇവിടെയുള്ളത് എന്നുള്ള കൂടി വിശദീകരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. CV അനുമോദ്, ന്യൂസ് 18. ഇനി നോക്കാം സ്വർണ്ണം വെള്ളി നിരക്ക്. ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 14,275, പവന് 1,14,200. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 11,795, പവന് 94,360. വെള്ളി ഗ്രാമിന് 275 രൂപയാണ്, കിലോഗ്രാമിന് 2,75,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലറി. പൂർണ്ണമാവും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.